you, Jesus. Thank you, Lord. We praise your name. We praise you, Jesus. तेरी आराधना सौंदर्य we praise your name, Jesus. We praise you, Lord. Hallelujah. Ridana diya shaidana nimmaha kruvekya angenya studichidumenno nimmaha kruvekya angenya studichidumenno nimmaha kruvekya angan studichidumenno nimmaha kruvekya angenyan studichidumenno ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നെ രക്ഷിച്ചു നീ ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നെ രക്ഷിച്ചു നീ നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ നിന്മഹാ
We praise you, Lord Jesus. Hallelujah. Stora paniada nareda ഒന്നുമില്ല നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നെ രക്ഷിച്ചു നീ Let us together worship the name of the Lord. For He is the mighty tower, the one and only God to be praised and worshipped. Let us together worship His name, for He is almighty, and there is no one else like Jesus. Hallelujah. Raghunathana Shamana Manathiaraba. We praise you, Lord. Leriyadana Nyanine Varthunu Katave. Hallelujah. Radhiyara Galada. We praise you, Jesus. Hallelujah. Ramde Rebeniyadanaraga.
കാല സമയമല്ലോ ആത്മാവിൽ നിറയണമേ അന്ത്യകാല അഭിഷേകം സകല ജലത്തിന്മേലും കൊയ്തുകാല ജലത്തിന്മേലും കാല സമയമല്ലോ ആത്മാവിൽ നിറയണമേ അന്ത്യകാല അഭിഷേകം ശബനദി ആരാധന ദേരബനെ ലേരിയാദ സമാനിയം ദേരെ റിയാദനാദി ആരാധനാദിയം ദേരബനെ ശഗന Hallelujah.
എന്നെ അറിയാം, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ശാതാൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഹനിക്കുണ്ട്. ശാതാൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും. ഓ ആത്മശക്തിയാ എന്നെ നടത്തും. ആത്മനാഥൻ എൻ കൂടെ ഉണ്ടെന്നും. ആത്മശക്തിയാ എന്നെ നടത്തും. ആത്മനാഥൻ എന്നെ അറിയാം, എന്നെ അറിയാം. എന്നെ അറിയുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, hallelujah, there is no one that can stand against me. എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, no sickness, no problems, no storms, no circumstances, nothing can stand against me anymore. He is the good God. അവൻ നല്ല ദൈവമാണ്. അവൻ നല്ല ദൈവമാണ്. Every time, every day, every situations, he remains the same. അവൻ മാറാത്തവൻ. Hallelujah. അവന്റെ ദയ എത്രയോ നല്ലവൻ. അവൻ വിശ്വസ്തനാണ്. I can, hallelujah, leave him. I can leave his hand. But I know one thing for sure. Once he holds me, he never lets me go. Come on. Let us close our eyes. എല്ലാവർക്കും കണ്ണുകൾ അടച്ചു. Hallelujah. അല്പസമയം ദൈവത്തോടെ സംസാരിക്കാം. അപ്പ നന്ദി അപ്പ. ശഖനാ ധിയാരവ ശേലരെ ധിയാരബാനിയം ദരവെ. We praise you, Jesus. Hallelujah. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും your presence in the mighty and marvelous name of Jesus, Lord. Father, we thank you for this lovely time together with this lovely family, Lord, with this lovely meeting. Father, we praise your name and we bless your name and we give you all the glory and honor. Lord Jesus, you are in midst of this meeting and you are in control, and we thank you for that. I pray every person who have joined, I pray for every hallelujah members of this meeting. Lord Jesus, bless them abundantly, use them mightily in your kingdom. Let your kingdom come, let thy will be done in our life, Father. Lord Jesus, I give you all the praises and honor, for you deserve it all, for yours is the kingdom, glory and power. In Jesus' mighty name I pray. Amen, amen and
Amen. May God bless you. Thank you so much for inviting me. May God bless you. Amen. തുടർന്ന് നാം ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ നമ്മുടെ നടുവിലുണ്ട്, പ്രത്യേക ജോബിൻ ജോൺസൺ. തുടർന്നുള്ള സമയം 1 മണിക്കൂർ സ്വാതന്ത്ര്യമായിട്ട് ദൈവം നടത്തിയ വഴികൾ, വിഭവങ്ങൾ, ദൈവികാലോചനകൾ, ദൂതുകൾ ദൈവ ദൈവമക്കളെ അറിയിപ്പാൻ കർത്താവ് തന്നെ അഭിഷേകത്തോടെ നമ്മുടെ മധ്യ അയച്ചിട്ടുണ്ട്. തുടർന്നുള്ള സമയം ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ കർത്തൃദാസനെ ക്ഷണിക്കും. കർത്താവിന്റെ വിലയേറിയ നാമം ഈ അനുഗ്രഹീതമായ നല്ല സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകാൽ ഈ സൂം മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് മാത്യു അവർകൾ ഈ ശുശ്രൂഷയിലേക്ക് എന്നെ ആദരവോടെ ക്ഷണിച്ച വാത്സല്യ ജീന ആന്റി, അതുപോലെ തന്നെ ഇന്ന് നമ്മളെ അനുഗ്രഹിക്കപ്പെട്ട ആത്മനിറവിലുള്ള ആരാധനയിലേക്ക് നയിച്ച വാത്സല്യ സഹോദരി പ്രൈസി കെ ജോൺ അവർകൾ, അതുപോലെ തന്നെ ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എബനേസർ പ്രയർ വാരിയേഴ്സ് എന്ന ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കോവിഡ് സമയത്ത് ആരംഭിച്ച ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഞാൻ പ്രതിസന്ധിയുടെ ആഴങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ വാത്സല്യ ജീന ആന്റി അതിനെ അറിയുകയും മനസ്സിലാക്കുകയും തവണകളിൽ എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തോടും ഒക്കെ ബന്ധപ്പെട്ട് എല്ലാവരോടും സംസാരിക്കുകയും അതിലേറെ ഈ ഗ്രൂപ്പിൽ എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലരും ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിലും ആത്മാവിൽ ഒരുമനപ്പെട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു റിസൾട്ട് കൂടെയാണ് ഇന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം എന്നെ ബലപ്പെടുത്തിയത്. സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. പലപ്പോഴും പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥനയുടെ കരുത്ത് എന്താണ്, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പലപ്പോഴും നമുക്ക് അറിയത്തില്ല. സ്തോത്രം. കാരണം നാം പ്രാർത്ഥിക്കുന്ന ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. പ്രാർത്ഥന വലുതാകുമ്പോഴും പ്രാർത്ഥന ഒരുപാട് ചെയ്യുമ്പോഴും പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ അതങ്ങനെ നടക്കും, അതിങ്ങനെ ആകും എന്ന് ചിന്തിക്കുവാൻ നമ്മുടെ ബുദ്ധി നമ്മളെ അനുവദിക്കാറില്ല. അഥവാ നമ്മുടെ യുക്തിപരമായ ചിന്തകൾ നമ്മളെ അനുവദിക്കാറില്ല. ഒരു വിടുതൽ നടക്കണം, ഒരു അത്ഭുതം നടക്കണം, ഒരു സൗഖ്യം നടക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് പല വിഷയങ്ങളും നമ്മൾ ദൈവസന്നിധി കൊണ്ടുവെക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും അതിൻ്റെ മറുപടി എപ്രകാരം വരും എന്ന് ഉള്ള ആശങ്ക, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തിച്ചേരേണ്ട വഴികളെ പറ്റി ആലോചിച്ച് ആശങ്കപ്പെടുന്ന ഒരു തലം പലപ്പോഴും ഒക്കെ നമ്മുടെ യുക്തിപരമായ ചിന്തകളിൽ ഉണ്ടാകാറുണ്ട്. ഇന്ന് വാത്സല്യ ആന്റി ചില ആഴ്ചകൾക്ക് മുൻപേ ഈ ശുശ്രൂഷയെ പറ്റി എന്നോട് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ച ഒരു ദൈവാലോചന ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ദൈവസഭയോട് പങ്കുവെക്കുമ്പോൾ ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. അതിനാധാരമായിട്ടൊരു തിരുവചന ഭാഗം വായിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 55-ാമത് അധ്യായം, അതിന്റെ 8-9 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 55 വേഴ്സസ് 8 and 9. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ് ആ വചന ഭാഗം. ഞാനൊന്ന് വായിക്കാം. വായിച്ചു. വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ആമേൻ. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു എഴുത്താണ് നമ്മളിപ്പോൾ വായിച്ചത്. മിക്കവാറും നമ്മളിൽ പലരുടെയും
പ്രാർത്ഥനകളിൽ നമ്മൾ ഉദ്ധരിക്കുന്ന ഒരു വാക്കാണ്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ പലയിടത്തും നമ്മുടെ ഭിത്തിയിൽ നമ്മൾ വാക്യങ്ങൾ വാങ്ങിച്ച് ഇങ്ങനെ പ്രദർശിപ്പിക്കാറുള്ള ഒരു വാക്യം കൂടെയാണ് പലപ്പോഴും ഈ വാക്യം. നമ്മളിൽ പലർക്കും ഈ വാക്യം മനഃപ്പാടമാണ്. പക്ഷേ യെശയ്യാവിന്റെ പ്രവചനം നമുക്കറിയാം. യെശയ്യാവിന്റെ പ്രവചനം പഴയ നിയമത്തിലെ സുവിശേഷം എന്നറിയപ്പെടുന്ന പുസ്തകമാണ് യെശയ്യാവിന്റെ പ്രവചനം. അതിന്റെ പശ്ചാത്തലങ്ങളുമായി ബന്ധപ്പെട്ടല്ല ഇന്നത്തെ സന്ദേശം എന്നുള്ളത് കൊണ്ട് അതിലേക്ക് കാര്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 55-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആത്മാവ് യെശയ്യാ പ്രവാചകനിലൂടെ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്: എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളും അല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ വിചാരം പോലെ അല്ല ദൈവത്തിന്റെ വിചാരം, നമ്മുടെ വഴി പോലെ അല്ല ദൈവത്തിന്റെ വഴി. അതിന് ഉത്തമമായ ഏറ്റവും നല്ല ഒരു ഇലുസ്ട്രേഷൻ, നല്ലൊരു ഉദാഹരണം അതിന് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്: ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആകാശം ഭൂമിയുടെ മേളിൽ എത്രത്തോളം ദൂരെ ഇരിക്കുകയാണോ അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ വിചാരവും ദൈവത്തിന്റെ വിചാരവും തമ്മിലുള്ള അന്തരം. ഒരിക്കലും ചിന്തിച്ച് എത്തിപ്പെടാൻ കഴിയാത്ത തരത്തിൽ ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. പലപ്പോഴും ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം, ഈ വിചാരങ്ങളെ പറ്റി മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, പൊതുവെ നമ്മൾ ഈ സാഹിത്യപരമായ ഒരു ഭാഷയാണ് ഹൃദയ വിചാരങ്ങൾ, ഹൃദയത്തിന്റെ നിലവുകൾ, ഹൃദയത്തിന്റെ ആലോചനകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈവൻ വേദപുസ്തകത്തിൽ പോലും തിരുവഴുത്തിൽ പോലും പല ഭാഗങ്ങളിലും അങ്ങനെ ഹൃദയത്തിന്റെ നിലവുകൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വാക്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ശരിക്കും നിങ്ങൾ അല്പം ഒരു യുക്തി അതിനകത്തൊന്ന് പ്രയോഗിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഹൃദയം, മനുഷ്യന്റെ ഹൃദയം, യവനായ ഭാഷയിൽ കാർഡിയ എന്ന് പറയുന്ന ഹൃദയം എന്ന് പറയുന്ന ഹാർട്ട് എന്ന ആ സംഗതി, അതിനകത്ത് ശരിക്കും അങ്ങനെ വിചാരപ്പെടാനുള്ള കഴിവ് യുക്തിപരമായി ചിന്തിച്ചാൽ ഇല്ല. കാരണം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ ചുമതല എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യുന്ന അവയവമാണ് ഹൃദയം. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്ന അവയവമാണ് ഹൃദയം. ഹൃദയത്തിന് നമ്മുടെ ചിന്താധാരയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതായിരിക്കെ നമ്മൾ എല്ലായിടത്തും സാഹിത്യ ഭാഷയിൽ വിചാരങ്ങൾ, അഥവാ അതിനെ ഒത്തിരി നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ദേഹിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുമ്പോൾ മനസ്സ് എന്ന വാക്കിൽ നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്ന അവയവം ഹൃദയമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് വേറെ കാരണമൊന്നുമില്ല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സുപ്രധാന അവയവമാണ് ഹൃദയം. കാരണം പുള്ളി ഒരു നിമിഷം പണി മുടക്കിയാൽ അതോടുകൂടെ നമ്മുടെ ഇടപാട് തീരും എന്നുള്ളത് കൊണ്ട് തന്നെ ഹൃദയം അത്ര ഇമ്പോർട്ടന്റ് ഓർഗൻ ആയതുകൊണ്ട് നമ്മുടെ ദേഹിയെ എപ്പോഴും വചനത്തിലായാലും പുറത്തായാലും സാഹിത്യ രൂപേണയായാലും ഒക്കെ നമ്മൾ ചേർത്ത് വെക്കുന്നത് വിചാരം അഥവാ ദേഹി, ആലോചന, ചിന്ത, മനസ്സ് എന്ന ആ തലത്തെ നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് പഠിക്കാറുള്ളത്. പക്ഷേ വാസ്തവം നമ്മുടെ ഹൃദയവുമായിട്ട് ഇതിന് പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല. പിന്നെ എവിടെയാണ് ഈ ബന്ധം ഉള്ളത്? അത് വേറെ എങ്ങുമല്ല, മനുഷ്യന്റെ ശരീരത്തിലെ തലച്ചോറ് അഥവാ ബ്രെയിൻ എന്ന് പറയുന്ന സംഗതിയിലാണ് ശരിക്കും നമ്മുടെ ദേഹിയെ അത് ഉൾക്കൊള്ളുന്നത്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തന ഫലമായ ഒരു സംഗതിയാണ്. തലച്ചോറിന് 3 ഭാഗങ്ങളുണ്ട്. നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് അത് ഉൾപ്പെടുന്ന പിന്നെ ബ്രെയിൻ സ്റ്റെം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോ അതിനകത്ത് ഈ സെറിബ്രം എന്ന് പറയുന്ന ഭാഗത്തിനകത്തു നിന്നാണ് നമ്മുടെ ചിന്തകളൊക്കെ ഉത്ഭവിക്കുന്നത്. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്: മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ എവിടെയാണ് ആ ഗർഭധാരണം ഉണ്ടാകുന്നത്? എവിടെയാണ് ആ ചിന്ത ഉണ്ടാകുന്നത്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വീകരിക്കുന്ന അറിവുകളെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് നമ്മുടെ തലച്ചോറിനകത്തേക്കാണ്. പ്രത്യേകിച്ചും നമ്മുടെ കണ്ണ് ആണ് അതിന്റെ ഒരു പ്രധാന സോഴ്സ്. രണ്ടാമത് നമ്മുടെ ചെവിയാണ്. ചെവിയും കണ്ണും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് തലച്ചോറിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അവിടെയാണ് നമ്മുടെ ദേഹിയുടെ പ്രവർത്തനങ്ങൾ മറഞ്ഞിരിക്കുന്നത്.
നമ്മൾ പലപ്പോഴും ഈ ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും എന്ന് പറയുന്ന ആ തലവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ നമ്മൾ ഇതിനെ രണ്ട് ഘടകമായിട്ട് പലപ്പോഴും കാണാറുണ്ട്. പക്ഷെ കൂടുതൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദേഹി എന്നത് നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ ഹെൽമറ്റ് വെച്ച് യാത്ര ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയോ? തലച്ചോറിന് കംപ്ലൈന്റ് പറ്റിയാൽ ആ മനുഷ്യൻ മരിക്കും. തലച്ചോറിന് എന്തെങ്കിലും ക്ഷതമുണ്ടായാൽ ആ വ്യക്തി മരിക്കും. ഒരുപക്ഷെ അയാളുടെ ജീവൻ പോകണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താ? ഞാൻ ആദ്യം പറഞ്ഞ ഫോർമോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗൻ ആയിട്ടുള്ള ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ മനസ്സ് മരിച്ചു. കാരണം തലച്ചോറ് ഡെഡായാൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇത് നമുക്കറിയാം. അപ്പോ ഞാനിത് പറഞ്ഞു വന്നതിന്റെ സാരം, വേദപുസ്തകം പറയുന്നു മനുഷ്യന്റെ വിചാരവും ദൈവത്തിന്റെ വിചാരവും തമ്മിൽ, മനുഷ്യന്റെ വഴികളും വിചാരത്തിൽ നിന്നാണല്ലോ നമ്മൾ വഴികൾ കണ്ടെത്തുന്നത്. അപ്പൊ മനുഷ്യന്റെ വഴിയും മനുഷ്യന്റെ വിചാരവും തമ്മിൽ, ദൈവത്തിന്റെ വിചാരവും ദൈവത്തിന്റെ വഴിയും തമ്മിൽ ഒരിക്കലും അളക്കുവാൻ കഴിയാത്ത വലിയ അന്തരമുണ്ട്. അപ്പൊ എങ്ങനെ നാം മനസ്സിലാക്കണം? നമ്മുടെ വിചാരത്തിന്റെ ദൗർബല്യം ആദ്യം മനസ്സിലാക്കണം. കാരണം ഒരു മനുഷ്യന്റെ തലച്ചോറ് കേവലം 1300 ഗ്രാം മാത്രം വലിപ്പമുള്ള ഒരു സാധാരണ സംഗതിയാണ്. അതായത് ആ ചെറിയ സംഗതിയിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മനുഷ്യനിർമ്മിതമായ സകല വിസ്മയങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കേവലം 1300 ഗ്രാം മാത്രം വലിപ്പമുള്ള തലച്ചോറിനകത്തുനിന്നാണ്. നമ്മൾ ഈ ലോകത്ത് മുഴുവൻ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റുകൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് മനുഷ്യന്റെ തലച്ചോറിലാണ്. കാരണം ദൈവം അങ്ങനെ ഒരു കഴിവ് മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മക്കളുടെ വിദ്യാഭ്യാസത്തെ പറ്റി ഭാരപ്പെടുന്ന പശുവിനെ പറ്റി നമ്മൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? സ്തോത്രം. അതുപോലെ തന്നെ സ്തോത്രം, നാളെ എന്തായി തീരും, അല്ലെങ്കിൽ മക്കളെ വിവാഹം കഴിപ്പിക്കുന്നതിനെ പറ്റി ആലോചനപ്പെടുന്ന ഏതെങ്കിലും പോത്തിനെ പറ്റി നമ്മൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും മൃഗങ്ങളോ പക്ഷികളോ ഒന്നും നാളത്തെ പറ്റിയുള്ള വിചാരങ്ങളോ ഫീലിങ്സോ ഒന്നും അവയ്ക്കില്ല. അല്ലെങ്കിൽ കോവിഡ് വന്നെന്നുള്ളതിനെ പറ്റി ഒന്നും പശുവിനും പോത്തിനും ഒന്നും ആശങ്കയില്ലായിരുന്നു. നമ്മളാണ് ഇതെല്ലാം എന്ത് പറയാ, ഇതെല്ലാം മനസ്സിലാക്കുകയും ദേഹി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ലോകത്തിലെ പ്രപഞ്ചത്തിലെ ഏക ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. കാരണം ദൈവം മനുഷ്യനെ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അങ്ങനെ ഭൂമിയിൽ വാഴുവാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കൊണ്ട് ഈ പ്രപഞ്ചം കൈകാര്യം ചെയ്യാനുള്ള ദ കോ പാർട്ട്ണർ എന്ന നിലവാരത്തിലേക്ക് ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹാഫ് ലെവലിൽ ഈ ഭൂമിയിൽ വാഴുവാൻ വേണ്ടിയുള്ള ഒരു അധികാരം, ഈ പ്രപഞ്ചത്തിൽ മറ്റെന്തിന്റെ മേലും വാഴുവാനുള്ള ഒരു അധികാരം ദൈവം മനുഷ്യന് കൊടുത്തു. അതിന്റെ പ്രധാന കാരണം നമ്മുടെ ചിന്താശേഷിയാണ്. നമ്മുടെ അകത്ത് ആ മറ്റു പക്ഷിമൃഗാദികളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയ സംഗതി എന്ന് പറയുന്നത് നമ്മുടെ രൂപമോ ഭാവമോ എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ചിന്താശേഷിയാണ് അതിന്റെ പ്രധാന ഘടകം. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടത് വെറും 1300 ഗ്രാമേ ഒരു മനുഷ്യന്റെ തലച്ചോറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്രകാരം എങ്ങനെയൊക്കെ ചിന്തിച്ചാലും, ഒരുപക്ഷെ നിങ്ങൾക്ക് ഡബിൾ PhD കാണും, നിങ്ങൾക്ക് പല ഡോക്ടറേറ്റുകൾ കാണും, നിങ്ങൾക്ക് ഒത്തിരി ഡിഗ്രികൾ കാണും, നിങ്ങൾ ഉന്നത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി എടുത്തവരായിരിക്കാം, ലോകത്തിലെ ഏറ്റവും അതിസമ്പന്നമായ വിദ്യാഭ്യാസ സാഹചര്യങ്ങളുമായിട്ടൊക്കെ ഒരുപക്ഷെ നമ്മൾക്ക് പലർക്കും ബന്ധങ്ങൾ കാണാം. പക്ഷേ എന്താണെങ്കിലും പ്രഥമമായി നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ദശലക്ഷക്കണക്കിന് കോടാനുകോടിക്കണക്കിന് സൃഷ്ടികളിൽ ഒന്ന് മാത്രമാണ് നാം. അപ്പോ നമ്മുടെ ചിന്ത കൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ചിന്തയോട് അടുത്തെത്തുവാൻ പോലും കഴിയത്തില്ല എന്ന് ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം. നമ്മുടെ ചിന്തയ്ക്ക് ഒത്തിരി പരിധിയുണ്ട്. കാരണം നമ്മൾ ഒരു സൃഷ്ടിയാണ്. സൃഷ്ടിയുടെ ചിന്തയും സൃഷ്ടാവിന്റെ ചിന്തയും തമ്മിൽ ഒരിക്കലും അടുത്തിരിക്കുകയല്ല. സ്തോത്രം. ഇന്ന് രാത്രി അത് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? പലപ്പോഴും ഞാൻ പറഞ്ഞു വന്നത്, പ്രിയരെ, നമ്മൾ സൃഷ്ടികളാണ്. സൃഷ്ടികളായിരിക്കെ സൃഷ്ടാവിനോട് നമ്മുടെ കാര്യങ്ങൾ നാം അറിയിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, നമ്മൾ പറഞ്ഞിട്ടല്ല സൃഷ്ടാവ് അതിനെപ്പറ്റി അറിയുന്നത്. ആമേൻ. നമ്മുടെ സൃഷ്ടാവ് ആരാണ്? അവൻ സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്. ചിലരൊക്കെ പ്രാർത്ഥിക്കുന്ന കേട്ടാൽ അവര് പറഞ്ഞേച്ചാ കർത്താവ് ഈ വിവരം അറിഞ്ഞെന്ന് തോന്നും. സ്തോത്രം. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പ്രാർത്ഥിക്കാൻ നമ്മളെ ദൈവം വചനപ്രകാരം ചുമതലപ്പെടുത്തിയിരിക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ട പ്രഥമമായ കാര്യം, ദൈവത്തിനെല്ലാം അറിയാം. നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന വിഷയം, പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ കർത്താവ് സകലതും അറിയുന്നു. ആ സകലതും അറിയുന്നവന്റെ മുമ്പിലാ ചെന്നിരുന്ന് നമ്മള്
പ്രാർത്ഥിക്കും. നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ടത്, സകല വിചാരങ്ങളെയും ശോധന ചെയ്യുന്നവൻ, സകലത്തെയും അറിയുന്നവൻ, ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ മുമ്പിൽ അവന്റെ സൃഷ്ടികളിൽ ഒന്നായ നാം അവന്റെ അടുക്കലേക്ക് ഒരു അപേക്ഷയായിട്ട് ചെല്ലുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോ നാം പ്രഥമമായി പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഒരിക്കലും ദൈവപ്രവൃത്തി എപ്രകാരം നടക്കുമെന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധ്യമേ അല്ല. സ്തോത്രം. നമ്മുടെ വിഷയം ദൈവത്തോട് പറയുക, അത് നമ്മുടെ ചുമതലയാണ്. പക്ഷെ അത് എപ്രകാരം നടക്കുമെന്ന് പറയാൻ നമ്മളാളല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്രകാരം വിശ്വാസം എന്ന സംഗതിയാണ് ഇതിനെ പൊളിക്കുന്നത്. മനസ്സിലായോ? അതായത് നമ്മുടെ അകത്ത് ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയുടെ ചിന്തകൾ അബലമാകുകയും ആത്മാവ് പ്രബലമാകുകയും ചെയ്യും. ആത്മാവിൽ അതുകൊണ്ട് ആത്മക്കണ്ണ് തുറക്കണം, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോസ്തലന്മാരും ദൈവത്തിന്റെ വചനത്തിൽ പല ഭാഗങ്ങളിൽ പറഞ്ഞു. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്, പൗലോസ് പറയുന്നുണ്ട് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നത് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ആ ദൈവശക്തിയുടെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ. അപ്പൊ എന്താ ഈ പറയുന്നത് അറിയാവോ? നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ കെട്ടിവെച്ചിരിക്കുക പല കാര്യങ്ങളും. അതായത് നമ്മുടെ ചിന്താധാര വളരെ ആക്റ്റീവാണ്. അതുകൊണ്ട് നമ്മളെ അങ്ങനെ പ്രിയരെ, നമ്മൾ ഓരോ കാര്യങ്ങൾ കണക്ക് കൂട്ടാറില്ലേ അല്ലെ? നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്ത് ഒരു പരുവത്തിന് വന്ന സംഗതി എല്ലാം കൈവിട്ട് പോകുമ്പോഴാണ് നമ്മൾ അപ്പച്ചാ തമ്പുരാനേന്നും പറഞ്ഞ് മുട്ടിപ്പായി വീഴുന്നത്. അതുവരെ നമ്മുടെ കയ്യിലായിരിക്കും കാര്യങ്ങൾ. വചനം പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും പറയാമോ, എന്റെ പാസ്റ്ററെ എനിക്ക് ഒരു വിചാരവും ഇല്ല, ഒരു ആശങ്കയില്ല എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ? തിരിച്ചു ചോദിച്ചാൽ ഇഷ്ടംപോലെ ആൾക്കാർ പറയും. ആകുലതയും ഭാരവും വിചാരവും ഉണ്ടായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും കൈവെക്കും. കാരണം എന്താ അറിയോ? കർത്താവ് പറഞ്ഞു, നിന്റെ ഭാരം എന്റെ മേൽ ഇട്ട് കൊടുക്കുക. ഇത്രയും നല്ല ഓഫർ എവിടെ കിട്ടും? എന്നാലും നമ്മളെല്ലാം ഇങ്ങനെ ഭാരം പറ്റാവുന്നിടത്തോളം തന്നെ ചുമക്കുക. പ്രാരാബ്ധം, ചുമതല എന്നൊക്കെ പേരിൽ നമ്മളിങ്ങനെ ചുമന്ന് അനുദിനം നമ്മുടെ കൊളസ്ട്രോളും ഷുഗറും ആദിയായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ച് ടെൻഷൻ അടിച്ച് ഭാരപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക അല്ലേ? സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്ന, കുഞ്ഞെ, നിന്റെ വിചാരങ്ങൾക്ക് നിന്റെ ചിന്തകൾക്കപ്പുറം നിന്നെ നടത്തുവാൻ കഴിയുന്ന ഒരു സൃഷ്ടാവാണ് ഞാൻ. ഹല്ലേലൂയ. കാരണം ദൈവം നടത്താൻ തുടങ്ങിയ, സ്തോത്രം, എന്റെ ഭാഷയിൽ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ദൈവം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലില്ലെങ്കിലും നീ നടക്കും. ദൈവം പുലർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വഴിയില്ലെങ്കിലും ദൈവം നിന്നെ പുലർത്തും. സ്തോത്രം. ഏലിയാവിനോട് ദൈവം പറഞ്ഞു അഹാബിന്റെ അടുക്ക പോയി പ്രവചിക്കാൻ. ഏലിയാവിന്റെ ഡയറക്റ്റ് എൻട്രിയാണ് നമ്മള് സ്തോത്രം രാജാക്കന്മാരുടെ പുസ്തകം 17 കാണുന്നത്. ഡയറക്റ്റ് എൻട്രി നടത്തി ഏലിയാവ് വന്ന് ആഹാബിനോട് പ്രവചിച്ചു കഴിഞ്ഞപ്പോ ഏലിയാവിനോട് പറഞ്ഞു, നീ ഒളിച്ചിരുന്നോളാൻ പറഞ്ഞു. നമ്മളോട് പറഞ്ഞെങ്കിൽ നമ്മുടെ സ്വഭാവം മാറിയാൻ അല്ലേ? നമ്മളോട് പറഞ്ഞെങ്കിൽ നമ്മുടെ സ്വഭാവം മാറിയാണ്. ഇത്രയും വലിയ ഒരു ദുഷ്ടനായ ആഹാബുവിനെ പോലെ കരുത്തനായ ഒരു രാജാവിന്റെ അടുക്ക വന്ന് ഇത്രയും വലിയ പ്രവചനം എന്നെ കൊണ്ട് പറയിച്ചേച്ച് അടുത്ത നിമിഷം പോയി ഒളിക്കാൻ പറയുന്നത് എവിടുത്തെ മര്യാദയാന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ നിന്നേനെ. പക്ഷെ ദൈവത്തിന്റെ ദാസനായ ഏലിയാവിന് കൃത്യമായിട്ട് അറിയാം, അവന്റെ സൃഷ്ടാവിന് അറിയാം എങ്ങനെ എന്ത് ചെയ്യണമെന്ന്. അവന്റെ ആ വല്ലഭത്വത്തെ, അവന്റെ വലിപ്പത്തെ, അവന്റെ ആ ചിന്താധാരയ്ക്കൊത്ത് സഞ്ചരിക്കാൻ കഴിയുന്ന മനുഷ്യനല്ല ഞാൻ. ബോധ്യം ഏലിയാവിന്റെ അകത്തുണ്ടായിരുന്നത് കൊണ്ട്, വിശ്വാസത്താൽ അതുണ്ടായിരുന്നത് കൊണ്ട് ഏലിയാവ് മറുത്തൊരു ചോദ്യം പോലും അവിടെ ചോദിച്ചില്ല. തമ്പുരാൻ പറഞ്ഞതുപോലെ ചെയ്തു. അവനോട് തമ്പുരാൻ പറഞ്ഞു, നിനക്ക് അവിടെ ആഹാരം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. നമ്മളായിരുന്നെങ്കിൽ തിരിഞ്ഞെന്ന് ചോദിച്ചതിന്, നീ എന്തിനാ ഈ കാക്കയോട് പറഞ്ഞ? കുറച്ചുകൂടെ നിലവാരമുള്ള ഒരു പക്ഷിയോട് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ തന്നെ അത് വായിച്ചപ്പോ ഇങ്ങനെ ആലോചിച്ചു. ആ ഭാഗം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ തോന്നി, കർത്താവേ, നിനക്ക് ഈ കാക്കയല്ലാതെ കുറച്ചുകൂടെ ഒന്നുമില്ലെങ്കിൽ ഏലിയാവ് ഒരു ദൈവഭക്തനല്ലേ? അതാ ദൈവപുരുഷൻ, അഭിഷേകമുള്ളവൻ, ഒരു കർത്താവിന്റെ ദാസനല്ലേ? അദ്ദേഹത്തിന്റെ അടുക്കലൊക്കെ അയക്കുമ്പം ഇച്ചിടെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പക്ഷി അയക്കണ്ടേ എന്ന് ദൈവത്തോട് ചോദിച്ചപ്പോ എനിക്ക് കർത്താവ് തന്നൊരു ബോധ്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മളെ പോലുള്ള മലയാളി വിശ്വാസികളെ ഉദ്ദേശിച്ച് തന്നെ കർത്താവ് ഈ കാക്കയെ തന്നെ ഏലിയാവിന്റെ അടുക്ക അയച്ചത്. കാരണം എന്തെന്നറിയോ? ഈ നമ്മുടെ അടുക്ക വന്ന പുള്ളിയുടെ പേര്, അത്
അതിന്റെ ചരിത്രപരമായ ഇച്ചിരി മിസ്റ്റേക്ക് അതിനകത്ത് ഉണ്ടെങ്കിലും AD 52 ഇവിടെ വന്നെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരു വിരുദ്ധനായ ഒരു ബിരുദനായ വ്യക്തിയായിരുന്നു. ആളാരെന്നറിയാലോ അല്ലേ? സെന്റ് തോമസ് അല്ലെ? തോമസിനെ പറ്റി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാ? പുള്ളി ഈ കൂട്ടത്തില് ഏറ്റവും സംശയാലുവായ ശിഷ്യനായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, കർത്താവെ നിനക്ക് ഞങ്ങളുടെ അടുക്കലേക്ക് വിടാൻ പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ ആ യോഹന്നാനെയോ പത്രോസിനെയോ എങ്ങാനും വിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടെ ഗുണം വന്നേനെ, ഞങ്ങൾക്ക് കുറച്ചുകൂടെ വിശ്വാസം ഞങ്ങൾക്ക് വന്നേനെ. എന്തുകൊണ്ടോ ഞങ്ങളുടെ അകത്ത് ഇപ്പോഴും എന്തോ കണ്ടാലും വിശ്വസിക്കാൻ ഒരു ഇച്ചിരി പാടാ. സ്തോത്രം. ഞങ്ങള് എന്തോ കണ്ടാലും അതിനെ അയ്യോ വിടുതൽ നടന്നു ഉള്ളയാന്നോ, ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാട്ടെ എന്നതാ ഞങ്ങളുടെ ഒരു ലയന്. ഞങ്ങൾ എന്തുകൊണ്ടാന്ന് അറിയത്തില്ല, 2000 വർഷമായിട്ട് ഈ വ്യാപാരം ഞങ്ങളുടെ അകത്തുനിന്ന് അങ്ങോട്ട് വേണ്ട വിധത്തിൽ പോയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഇപ്പോഴും എല്ലാം യുക്തിപരമായിട്ട് തെളിയിക്കപ്പെടണം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒന്നും പെട്ടെന്ന് അംഗീകരിക്കുകയല്ല. ഞങ്ങൾ പൊതുവെ ഈ കടൽ മത്സ്യമൊക്കെ കഴിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് ചില ബുദ്ധി കൂടുതലാ എല്ലാവരേക്കാൾ. അതുകൊണ്ട് ഈ ബുദ്ധി ഇങ്ങനെ പ്രബലമായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ദൈവത്തിന്റെ വിചാരം കാര്യമൊക്കെ ശരി തന്നെ, എന്നാലും ഞങ്ങൾക്ക് ഇച്ചിരൂടെ യുക്തിപരമായിട്ട് തെളിയിച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ, ഞങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് അംഗീകരിക്കത്തുള്ളൂ. സ്തോത്രം. അതാ നമ്മുടെ ഒരു ലയനെ. അപ്പൊ അതുകൊണ്ട് നമ്മളെയും കൂടെ ഉദ്ദേശിച്ച തമ്പുരാൻ ഈ കാക്കയെ തന്നെ ഏലിയാവിന്റെ അടുക്കൽ അയച്ച. കാരണം വേറെ ഏതെങ്കിലും പക്ഷിയായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞുണ്ടാക്കിയതിനെ അത് ആഹാബിന്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു പക്ഷി നിരീക്ഷണ പക്ഷി പരിശീലന കേന്ദ്രം ഉണ്ടായിരുന്നു. ആ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പക്ഷിയെ ദൈവം ഇതിനായിട്ട് ചുമതലപ്പെടുത്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞേനെ. അത് പറയാതിരിക്കാൻ ദൈവം കാക്കയെ തന്നെ അയച്ചു. കാരണം എന്താണെന്നറിയാമോ? ഈ കാക്കയ്ക്ക് മറ്റു പക്ഷികളുമായിട്ടൊരു വ്യത്യാസമുണ്ട്. അത് വേറൊന്നുമല്ല, ഈ കാക്ക മനുഷ്യനുമായിട്ട് ഇണങ്ങുകയല്ല, മനുഷ്യന് പരിശീലിപ്പിക്കാനും പറ്റത്തില്ല. നമ്മുടെ വീട്ടിലെ കോഴിയെ നമ്മൾ വിളിച്ചാൽ അത് അന്നേരം വരും. നമ്മുടെ വീട്ടിലെ വേറെ ഏതെങ്കിലും പക്ഷികളെയൊക്കെ നമുക്ക് ഇണക്കി വളർത്താനൊക്കെ ഒത്തിരി പ്രൊവിഷൻസ് ഉണ്ട്, അതിന്റെ ടെക്നിക്ക് ഉണ്ട്. അതിനെ ഇണക്കിയാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു തത്തയെ കണ്ടു, നന്നായിട്ട് വർത്താനം പറയും. സ്തോത്രം. പക്ഷെ ഈ കാക്ക ഈ ഗണത്തിൽ പെടത്തില്ല. കാരണം തലതിരിഞ്ഞ തലച്ചോറ. അത് മാത്രമല്ല, അതിന്റെ ഒരു സെറ്റിങ് മനുഷ്യന്റെ കയ്യിൽ ആഹാരം തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കഴിക്കുക എന്നുള്ളതാണ്. അതാ പുള്ളിയുടെ സെറ്റിങ്. പക്ഷെ ആ സെറ്റിങ്സിനെ തമ്പുരാൻ മാറ്റി. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? എന്ന് വെച്ചാൽ ഒരു ദൈവിക ഇടപെടിയില്ല, ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു കാക്ക ഒരു മനുഷ്യന് ആഹാരം കൊടുക്കുകയല്ല. അതൊരു സിസ്റ്റമാണ്. ആ വേൾഡ് സിസ്റ്റത്തെ തന്നെ പൊളിച്ചുകൊണ്ടാണ് തമ്പുരാൻ എന്ത് ചെയ്യുന്നത്? ഏലിയാവിന്റെ അടുക്കലേക്ക് കാക്ക അയക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അകത്ത് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിലേറെ വിശ്വാസവും കൂടെ നിങ്ങൾ വെച്ച് പുലർത്തണം. കാരണം എപ്രകാരം എങ്ങനെ നടക്കുമെന്നുള്ളത് നിങ്ങളുടെ ജോലിയല്ല, അത് ചെയ്യാൻ ദൈവമുണ്ട്. സ്തോത്രം. പക്ഷെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. ഇന്ന് രാത്രി അങ്ങനെ ഈ മുമ്പോട്ടുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ സാങ്കേതികത്വം ആലോചിച്ച് ആശങ്കയിലിരിക്കുന്നവര് ഇതിനകത്ത് എന്നെ കേട്ടോണ്ടിരിക്കുന്നെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരി, നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, സാങ്കേതികത്വം നീ എനിക്ക് വിട്ടേരെ, അത് ചെയ്യാൻ ഞാൻ വിശ്വസ്തന. സ്തോത്രം. അതെങ്ങനെ, ഏത് പേപ്പർ എവിടെ മൂവ് ചെയ്യണം, ആരോട് ഇടപെടണം, ഇതൊക്കെ ദൈവത്തിന്റെ ചുമതലയാണ്, നമ്മുടെ റോൾ അല്ല. നമ്മൾ ദൈവത്തിന്റെ പണി ചെയ്യണ്ട. സ്തോത്രം. നമ്മൾ നമ്മുടെ പണി ചെയ്താൽ മതി. തമ്പുരാനാണ് അതൊക്കെ പ്രവർത്തിക്കുന്നത്. ആ ദൈവത്തിന്റെ ചുമതലയാണ്. ഞാൻ പറയാം, കണ്ണടച്ച് വിശ്വസിക്കുന്നവനോടാ ദൈവത്തിന് താല്പര്യം. സ്തോത്രം. കണ്ണടച്ച് വിശ്വസിക്കണം. ഹല്ലേലൂയ. എനിക്കറിയാം, ഞാൻ രോഗമൊക്കെ വന്ന് കിടക്കുന്ന സമയത്ത് എത്രയോ പേര് എൻ്റെ അടുത്ത് വന്ന് ഈ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെന്നറിയാം. നമ്മൾ എവിടെ പോയാലും, ഞാൻ എൻ്റെ പോളിസി ഞാൻ പറയാം, 98 വയസ്സുള്ള ഇപ്പം മരണശയ്യയിൽ കിടക്കുന്ന അമ്മച്ചിയുടെ ഒക്കെ ചെന്നാലും, കർത്താവേ നീ ഉയരത്തിലോട്ട് വിളിച്ചോണേ എന്ന് പ്രാർത്ഥിക്കരുത്. അവിടെ ചെന്നാൽ അവരുടെ പ്രാണൻ പോകുന്നിടം വരെ ഭൂമിയിൽ അവർ ജീവിച്ചിരിക്കും. അവിടെ വിട്ടുകൊടുക്കാൻ നമ്മളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. 98 വയസ്സുള്ള അമ്മച്ചി മരണശയ്യയിൽ കിടന്നാലും അവിടെ ചെന്ന് കർത്താവേ സ്തോത്രം, ജീവനോടെ ഇരിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമെന്നേ പ്രാർത്ഥിക്കാവൂ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. മേളിലോട്ട് വിളിച്ചോണേന്ന് പറയുന്നത് അത് നമ്മുടെ ജോലി അല്ലെന്നേ. അങ്ങനെ പറയേണ്ട ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുക്ക വന്നിട്ട് എൻ്റെ അവസ്ഥ കണ്ടേച്ച് കർത്താവെ ദൈവഹിതം നിറവേറണേന്ന് പ്രാർത്ഥിച്ചവരെ എനിക്കറിയാം. കാരണം എന്താണെന്നറിയാവോ? അഥവാ ഇവൻ തട്ടിപ്പോയാലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് കൊണ്ട് കുഴപ്പമുണ്ടായെന്ന് പറയരുത്. അഥവാ ഇവൻ ഇനി തിരിച്ചു വന്നാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണെന്ന് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത ഒരു അഡ്ജസ്റ്റ്മെന്റ്. സ്തോത്രം. ഇതിന് വിശ്വാസം എന്നല്ല പറയുന്നത്, ഇതിന് എന്താണ് പറയുന്നത്? ഇതിന് വക്രത എന്നാണ് പറയുന്നത് വേദപുസ്തകം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം വിളിച്ചത് വിശ്വാസികളായിട്ടാണ്. നാട്ടുകാർ മൊത്തം നമ്മളെ വിളിക്കുന്ന പേര് വിശ്വാസി എന്നാ, അല്ലെ? നമ്മുടെ പേരെന്തുവാ? വിശ്വാസികൾ. വിശ്വാസത്തിലാണോ എന്ന് നമ്മളോട് ആൾക്കാർ ചോദിക്കാറുണ്ട്. നമ്മൾ വിശ്വാസത്തിലാ, പക്ഷെ നമ്മുടെ അകത്തിരിക്കുന്ന മൊത്തം അവിശ്വാസവും സംശയവും
പരിപാടിയൊക്കെയാ. ഇന്ന് രാത്രി അതെല്ലാം പൊട്ടണം കേട്ടോ. ആമേൻ. കണ്ണടച്ച് നിങ്ങളുടെ ബുദ്ധിയെ അബലമാക്കിക്കൊണ്ട് വിശ്വാസത്തെ പ്രബലമാക്കുന്ന ഒരു ആത്മതലം വെളിപ്പെട്ടു വന്നാൽ ആമേൻ, ഒരിക്കലും കാണാത്ത അത്ഭുതങ്ങൾ, ഇതുവരെ നിങ്ങളുടെ ചിന്തയ്ക്കെത്താത്ത വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇതൊക്കെ നമ്മൾ വായിക്കാറുണ്ട്, കാര്യമൊക്കെ ശരിയാ. പക്ഷെ വായിക്കുമെങ്കിലും നമ്മൾ ഇതെല്ലാം ഇങ്ങനെ പഠിച്ചു വെച്ച് ഇങ്ങനെ സമയം എടുത്തു വെച്ച് ഉപയോഗിക്കുന്നതല്ലാതെ നമ്മുടെ ബുദ്ധിയിലോട്ട് ഇതിനെ കയറ്റിവിട്ടിട്ടില്ല. അതിനോട് പറയണം, തലച്ചോറ് പ്രബലമാകുമ്പോൾ, അവിശ്വാസം വർദ്ധിക്കുമ്പോൾ അതിനോട് പറയണം, എടാ നീ വെറും 1300 ഗ്രാം മാത്രമുള്ള ദൈവത്തിന്റെ സൃഷ്ടിക്കകത്ത് ചിന്താശേഷിയുള്ള ഒരു ചെറിയ പരിപാടിയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ അവിടെ അടങ്ങിയിരി. എന്നെ സൃഷ്ടിച്ചവനുണ്ട്. ആമേൻ സ്തോത്രം. വചനം പറയുന്നു, അവന്റെ ചിന്തകൾ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ആമേൻ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നിരിക്കുന്നു. സ്തോത്രം. ഈ പുസ്തകം നിങ്ങൾ പഠിച്ചു നോക്കണം. ഈ 66 പുസ്തകങ്ങളും പഠിച്ചാൽ ദൈവം അത്ഭുതകരമായി വിശ്വാസത്തിന്റെ ഉന്നത തലങ്ങളിൽ കൂടെ നടത്തിയ ശ്രേഷ്ഠന്മാരായ ആമേൻ അഭിഷിക്തന്മാരുടെ ചരിത്രമാണ് ഈ പുസ്തകത്തിനകത്ത് മുഴുവൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവർക്ക് നമ്മൾ വിളിക്കുന്ന പേര് വിശ്വാസ വീരന്മാരെന്നാണ്, അല്ലെ? ഹല്ലേലൂയ. ആമേൻ. ദൈവം ഒരാളെ ആമേൻ ദൈവത്തിന്റെ നാമത്തിന്റെ പേരിൽ ആമേൻ സ്തോത്രം അവൻ ഹല്ലേലൂയ തീച്ചുളയ്ക്കകത്ത് വീണിട്ടുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ആമേൻ ഈ 7 മടങ്ങ് ഫർണസിന് ആമേൻ അതിന്റെ തീവ്രത കൂട്ടിയാലും ശരി, ആമേൻ എത്ര മടങ്ങ് കൂട്ടിയാലും ശരി പൊള്ളിക്കില്ല എന്ന് തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 7 അല്ല 14 അല്ല 700 ഇരട്ടി വർദ്ധിപ്പിച്ചാലും എടുത്തോണ്ട് പോകുന്നവന്മാര് കരിയും, പക്ഷെ അഭിഷേകമുള്ളവൻ കരിയത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്? നമ്മൾ ആഗ്രഹിക്കുന്നത് തീച്ചൂളയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തെ പറ്റിയാ. പക്ഷെ അവിടെ നമ്മൾ കാണുന്നത് തീച്ചൂളയുടെ അകത്ത് അവരുടെ കൂടെ ഇറങ്ങുന്ന ദൈവ സാന്നിധ്യമാണ്. സ്തോത്രം. എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? പുറത്തു കൊണ്ടുവരുന്നോ ഇല്ലയോ അത് ദൈവത്തിന്റെ ചുമതലയാണ്, നമ്മുടെ ഉത്തരവാദിത്തമല്ല. പക്ഷെ നീ തീച്ചൂളയ്ക്കകത്ത് വീണാലും നിന്റെ കൂടെ ഒരുവനായി അവൻ ഇറങ്ങി വരും. സ്തോത്രം. കാരണം വിശ്വാസം മാത്രമാണ് അവരുടെ കൈമുതൽ. നമ്മുടെ ഏക ചുമതല വിശ്വസിക്കുക എന്നുള്ളതാ. സ്തോത്രം. ആമേൻ സ്തോത്രം. ദൈവം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പക്ഷെ നമ്മള് വിശ്വാസികളെന്നൊക്കെ ഔദ്യോഗിക നാമകരണം ഉണ്ടെങ്കിലും നമ്മുടെ ഇന്നർ ബീയിങ്ങിൽ നമ്മൾ അത്ര വിശ്വാസമുള്ളവരൊന്നും അല്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ തലച്ചോറിനെ ഇങ്ങനെ വെച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. സ്തോത്രം. എന്റെ അടുക്കൽ വന്ന പലരും ഞാൻ ഇപ്പൊ ഉടനെ അവസാനിക്കുമെന്ന് പറഞ്ഞവരുണ്ട്, പക്ഷെ ദൈവം അവസാനിപ്പിച്ചില്ല. എനിക്ക് ഭാവി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞവരുണ്ട്. ഭാവി മാത്രമല്ല, എനിക്ക് 2 പിള്ളേരും ഉണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ നന്മകളെ ഞങ്ങളെ ഐശ്വര്യമായി തന്ന് കർത്താവ് നടത്തുന്നു. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ അനുഭവ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. എങ്കിലും ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ പ്രിയരെ. പൗലോസും ശീലാസും ദൈവവചനം പ്രസംഗിച്ചതിന്റെ പേരിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16:26 വാക്യം ഒന്ന് വായിക്കാവോ? അപ്പോസ്തല പ്രവൃത്തി 16:26. സമയത്തിന്റെ ചുരുക്കം കൊണ്ടാണ് ഞാൻ ഒത്തിരി വായിപ്പിക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. 16:26 ഒന്ന് വായിക്കാവോ ആ വാക്യം? അപ്പോസ്തല പ്രവൃത്തി 16:26 ഞാൻ തന്നെ വായിക്കാം. അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, മതി. അവിടെ ഒന്ന് അഴിഞ്ഞു വീണു. മതി 16:26. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അവിടെ നമുക്കറിയാം, നമ്മുടെ ഈ പഠനവുമായി ബന്ധപ്പെട്ട് അവിടെ കാണുന്ന 2 വ്യക്തികൾ, ഒന്ന് പൗലോസും ഒന്ന് ശീലാസുമാണ്. അവര് കാരാഗ്രഹത്തിൽ സുവിശേഷം നിമിത്തം അടയ്ക്കപ്പെട്ടപ്പോൾ ദൈവദാസന്മാർക്ക് അവരെ ഉപദ്രവിച്ച് ഈ ദൈവത്തിന്റെ ദാസന്മാരെ അവരെ പിടിച്ച് കാരാഗ്രഹത്തിനാക്കി. നല്ല അടിയും കൊടുത്തേച്ചാ ജയിലിൽ കൊണ്ടിട്ടു. അവരെ കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവർ അങ്ങനെയുള്ള കൽപ്പന കിട്ടിയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ ആമത്തിലിട്ട് പൂട്ടി. സ്തോത്രം. അപ്പൊ സാധാരണ ആൾക്കാരെ ചെയ്യുന്നത് പോലല്ല, ഇച്ചിരി ഹൈ സെക്യൂരിറ്റി ലെവലിലേക്ക് അവരെ ഒത്തിരി ഉള്ളി മാറ്റി. അവന്മാർ അപകടകാരികളാണെന്ന് അവർക്കറിയാം. അത് കായികമായിട്ടല്ല, ആത്മാവിൽ അപകടകാരികളാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെ
ഇച്ചിരൂടെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലിലേക്ക് മാറ്റി കാരാഗ്രഹത്തിലിട്ടു. നല്ല അടിയും കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. 25-ാം ഭാഗത്ത് പറഞ്ഞ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു, തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടുണ്ടോ? എന്റെ പൊന്ന് ദൈവമക്കളെ, ആ ഭാഗം വായിച്ചപ്പോ എന്റെ അകത്ത് സത്യം പറഞ്ഞാൽ എന്റെ മനസാക്ഷി എന്നെ വല്ലാതെ അങ്ങ് കുറ്റപ്പെടുത്തി. എടാ, നീ എങ്ങാണോ ആയിരുന്നെങ്കിൽ എന്തോ ആയിരുന്നേനെ സ്ഥിതി. നമ്മളെ ആരെങ്കിലും ഇതുപോലെ പിടിച്ച് 4 അടിയും തന്ന് ജയിലിലിട്ടിട്ട് നമ്മളെ പിടിച്ച് ഉള്ളറകളിൽ കൊണ്ടിട്ടെങ്കിൽ നമ്മള് അവിടെ കിടന്ന് പൊട്ടി കരയോ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും നമ്മൾ അവിടെ വരെ ആയിട്ടും തിരിഞ്ഞു നോക്കാത്ത നമ്മുടെ സൂപ്രണ്ടിനെയോ പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ ഒക്കെ പ്രാഗി എന്തൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ കിടക്കുന്നത്, ഇല്ലേ? നമ്മുടെ ആ ഒരു സംഗതി സുവിശേഷ നിമിത്തമാണെങ്കിലും ഒക്കെ നമ്മൾ ഒത്തിരി നിരാശപ്പെടുകയും ഒത്തിരി ഡിസ്ട്രസ്ഡ് ആകുകയും നമ്മൾ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആകുകയും അല്ലെങ്കിൽ പിടിച്ചിട്ടവന്മാരെ ദൈവം ശിക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് കൊലേ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും ഒരു പരിഭവത്തിന്റെ ലൈനിലായിരിക്കും നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇവിടെ പറയുകയാണ്, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും അടി കൊണ്ടെടുത്ത് എണ്ണ പുരട്ടി എന്നല്ല, അവരെന്തോ ചെയ്യുമായിരുന്നു? അർദ്ധരാത്രിക്ക് പാടി സ്തുതിച്ചു കൊണ്ടിരുന്നു. എത്ര പേർക്ക് ആ കൃപയുണ്ട്? പുറത്തുള്ള സാഹചര്യം മൊത്തം പ്രതികൂലമാണ്. അതായത് അടി കൊണ്ടതിന്റെ വേദന, സ്തോത്രം, ജയിലിന്റെ ഉള്ളറയിലെ ജയിലിന്റെ വലിയ വാതിലുകൾ, തുറക്കാത്ത ഇരുമ്പ് വാതിലുകൾ, കാലില് ആമം, കയ്യിൽ ചങ്ങല, കാരാഗ്രഹത്തിന്റെ ചുറ്റും പടയാളികൾ കാവല് നിൽക്കുന്നു. അതിനു മുമ്പേ പിടിച്ച പലരെയും കൊന്നുകളഞ്ഞ ചരിത്രം അവരുടെ മുമ്പേ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഭയാനകമായ അനുഭവങ്ങളുടെ നടുവിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ തലച്ചോറ് അവിടെ ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ അവരുടെ ചിന്താശേഷി അവിടെ ആക്റ്റീവ് അല്ല. അതിനപ്പുറം ദൈവത്തിന്റെ ദാസന്മാർ സ്വർഗീയ മഹിമ കണ്ട സാക്ഷികളാകയാൽ അവർ ആത്മാവിൽ നിറഞ്ഞ് അർദ്ധരാത്രിക്ക് ദൈവത്തെ പാടി സ്തുതിച്ചു കൊണ്ടിരുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിന് പറയുന്ന പേരാ വിശ്വാസം. ഹല്ലേലൂയ. സാഹചര്യം മൊത്തം ഒരു തരത്തിലും രക്ഷപ്പെടാനുള്ള വഴിയില്ല. പക്ഷെ എങ്ങനെ വഴി തുറക്കും, ആര് തുറക്കും, ആരിടപെടും എന്നൊന്നും അവർ ആശങ്കപ്പെട്ടില്ല. നമ്മൾ ഒരാൾ കാരാഗ്രഹത്തിൽ കിടക്കുന്നെന്ന് കേട്ടാൽ നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ജഡ്ജിയോട് ഇടപെടാൻ പ്രാർത്ഥിക്കും, വക്കീലിനോട് ഇടപെടാൻ പ്രാർത്ഥിക്കും, അങ്ങനെ പല പല ഇടപെടലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അവിടെ പൂജപ്പുര സെൻട്രൽ ജയിലില്ല നമ്മുടെ ഒരു വിശ്വാസി കിടക്കുന്നെങ്കിൽ അവിടുത്തെ MLA, MP, മന്ത്രിയോ മുഖ്യമന്ത്രിയോടൊക്കെ ഇടപെടാൻ നമ്മൾ പല പല വ്യക്തികളെ മനസ്സിൽ ഓർത്തു പ്രാർത്ഥിക്കും. പക്ഷെ തമ്പുരാൻ പറയുന്ന, കുഞ്ഞെ, അങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചത്. നീ ഒറ്റ കാര്യം ചെയ്യും, എന്നിൽ ആനന്ദവും ഉന്മാദവും കണ്ടെത്തി നീ അങ്ങ് ഇരിക്കാവോ, ആരാധിക്കാവോ, പ്രാർത്ഥിക്കാവോ? ഒരു കാര്യം പറയാം, എവിടെ എങ്ങനെ വഴി തുറക്കണമെന്ന് ദൈവത്തിനറിയാം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഒന്നും സ്വപ്നത്തിൽ പോലും നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മുടെ ഒരു സഹോദരൻ കാരാഗ്രഹത്തിൽ കിടക്കുന്നത് നമ്മൾ കേട്ടാൽ നമ്മൾ ആരും പറയത്തില്ല, കർത്താവേ, ആ പുള്ളി ആയിരിക്കുന്ന ജയിലിന്റെ പരിസരത്ത് ഇന്ന് രാത്രി ഒരു ഭൂകമ്പം അയക്കണേന്ന് നമ്മളെ ചിന്തയിൽ പോലും വരികയില്ല. വരുവോ? നമ്മൾ ചിന്തിക്കുകയല്ല. കാരണം എന്താ? ഭൂകമ്പം അയച്ചാ പിന്നെ ജയിലിൽ നിന്ന് ആരെ ഇറക്കേണ്ടി വരത്തില്ല, പിന്നെ ജാമ്യം എടുക്കേണ്ടി വരത്തില്ല, അതോടുകൂടി തീരും പരിപാടി. പക്ഷെ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ ഏത് നാച്ചുറൽ കലാമിറ്റിയും, ഏത് പ്രകൃതി ക്ഷോഭത്തെയും, ഏത് ദുരന്തത്തെയും, ഏത് പ്രതിസന്ധിയെയും അനുകൂലമാക്കാൻ കർത്താവിന് കഴിയും. സ്തോത്രം. അതാ നമ്മളിവിടെ കണ്ടത്. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. നിങ്ങൾ വായിച്ചു നോക്കണം. there was an earthquake suddenly. അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം കൊണ്ട് ലോകത്ത് ആർക്കും നന്മ വന്നിട്ടില്ല. ഉണ്ടോ? ഇല്ല. ആർക്കും അതൊരു ഉപകാരം ചെയ്തിട്ടില്ല. പക്ഷെ തമ്പുരാൻ വിചാരിച്ചാൽ തന്നിൽ വിശ്വസിക്കുന്ന തന്റെ ഏകാഗ്ര ചിത്തന്മാരായ തന്റെ അഭിഷിക്തന്മാർക്ക് വേണ്ടി എന്തിനേയും ഏതിനേയും എവിടെയും ചലിപ്പിക്കാൻ ദൈവം വിശ്വസ്തനാണ്. അതാണ് ദൈവത്തിന്റെ സർവജ്ഞാനം, സർവശക്തി എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മള് വിശ്വാസം എന്ന് പറയുമ്പോഴും നമ്മുടെ തലച്ചോറിന്റെ കാര്യമായ രാസപ്രവർത്തനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വിശ്വാസത്തെ ബന്ധിക്കുക. എന്താണെന്നറിയാം? നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ഇതിനെ ബന്ധിക്കുക. അത് നടക്കാൻ പോകുന്നില്ല, കാരണം അതിനി പാടാ, ഇനി തിരിച്ചു വരാൻ പാടാ, ഇനി അത് റിക്കവർ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതാണല്ലോ നമ്മുടെ ഒരു ലെവല്. കാരണം എന്താ? നമ്മൾ അതിന്റെ ശാസ്ത്രീയത, അതിന്റെ സാങ്കേതികത്വം ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ അകത്തുള്ള സാധനം വിശ്വാസമല്ല, അത് അവിശ്വാസമാണ്. സ്തോത്രം. വിശ്വാസം എന്ന് പറയുന്നത് അതിനെ പൊളിക്കുന്നതാ. സ്തോത്രം. കണ്ണ് കാണുന്നതും ചെവി കേൾക്കുന്നതും വിശ്വസിക്കുന്നതല്ല ശരിയായ വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് പകരുന്ന ലക്ഷ്യമാണ്. കുഞ്ഞെ, എന്ത് സാഹചര്യമാകട്ടെ, എത്ര പ്രതിസന്ധി ആകട്ടെ, ഏത് വെല്ലുവിളിയാകട്ടെ, നിന്റെ മേൽ ഞാനൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്നെ കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോനെ, നീ
അത് വിശ്വസിക്കടാ, നിന്നെ ഞാൻ തക്ക സമയത്ത് പുറത്തു കൊണ്ടുവരും. ഇതിന് പറയുന്ന പേരാ വിശ്വാസം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ അകത്തുള്ള അവിശ്വാസത്തിന്റെ സകല കണികകളും പൊട്ടിമാറട്ടെ. ബുദ്ധിയോ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. ആമേൻ. ഇതിനകത്തിരിക്കുന്ന ആരൊക്കെയോ നാളെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. പലതിനെ പറ്റി വിചാരപ്പെട്ട് ഇങ്ങനെ ആശങ്കപ്പെട്ട് എങ്ങനെയാണെന്നറിയാതെ മുൻപോട്ട് അടുത്ത ചുവട് എങ്ങനെ വെക്കണം എന്നറിയാതെ ആശങ്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആശങ്കപ്പെടുവാൻ ചിന്തിക്ക കൊണ്ട് ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ നമ്മളെ കൊണ്ട് കഴിയത്തില്ലെന്ന് വചനം പറയുന്നു. അങ്ങനെ ചിന്തിക്കാൻ നമ്മുടെ സ്തോത്രം, നമ്മുടെ വിശ്വാസം നമ്മളെ അനുവദിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് മറുപടി കണ്ടെത്തുന്നതിന്റെ പേര് വിശ്വാസം എന്നല്ല, യുക്തി എന്നാ പറയുന്നത്. അതിന് നമ്മളെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വിശ്വാസികളാണെങ്കിൽ വിശ്വാസത്താൽ തന്നെ കാര്യങ്ങൾ ചിന്തിക്കുവാനും ഒക്കെയുള്ള ശേഷി നമുക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. സിമ്പിൾ പ്രിയരെ, വിശ്വാസ ജീവിതം പോലെ ആനന്ദമുള്ള ഒരു ജീവിതം ഭൂലോകത്ത് വേറെ ഇല്ല. കാരണം നാളെ എന്താകും എന്നുള്ള ടെൻഷൻ നമ്മുടെ അകത്ത്. പിന്നെന്താണ് ഭാരം? സ്തോത്രം. പിന്നെ എന്താണ് ആകുലത? നാളെ നടത്താൻ ദൈവം വിശ്വസ്തന. ഞാൻ ഈ കുറെ കാലം വരെയും, എനിക്കിപ്പോ 34 വയസ്സുണ്ട്, ഈ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ ചിന്തിച്ച് ഏതെല്ലാം വഴി കൂടെ പോയവനാ ഞാനെന്നറിയാമോ? ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. ചിന്ത എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാ വർഷവും പിന്നെ 31-ാം തീയതി, ഡിസംബർ 31-ാം തീയതി നമ്മളെടുത്ത തീരുമാനങ്ങളെല്ലാം കൂടെ കൂട്ടിവെക്കാൻ നമ്മുടെ പഞ്ചായത്തിൽ കൊള്ളാത്ത തീരുമാനങ്ങളുണ്ട്. അത്രത്തോളം തീരുമാനങ്ങളാണ്. വല്ലതും നടപ്പിലായിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് പോകണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒന്നും നടക്കാതായപ്പോ അവസാനം ഒരു 5-6 കൊല്ലം മുമ്പ് ഞാൻ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം ഇതുവരെയും ഞാൻ നടപ്പിലാക്കിയത് വേറെ ഒന്നുമല്ല, ഇനി മേലാലും ഞാൻ ഒരു കാര്യത്തെ പറ്റി ഒരു തീരുമാനം എടുക്കുകയില്ല എന്ന് തീരുമാനം എടുത്തു. ആ തീരുമാനം ഇതുവരെ നടപ്പിലാക്കുവാൻ എന്നെ സഹായിക്കും. നാളെ പറ്റി ചിന്തിക്കേണ്ടത് നമ്മുടെ ചുമതലയല്ല, നമ്മുടെ ഉത്തരവാദിത്തമല്ല. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവദാസന്മാരൊക്കെ ഇങ്ങനെ ഘോരഘോരം പറയുമ്പോഴും പലപ്പോഴും ദൈവദാസന്മാരായ ഞങ്ങളുടെ അകത്ത് പോലും അങ്ങനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ കുറെയൊക്കെ തന്നെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക. എന്നാൽ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ കർത്താവിന്റെ അടുക്കലേക്ക് നിങ്ങൾ ഭാരങ്ങളെ ഇറക്കി വെച്ചിട്ട് സ്തോത്രം ആശ്വാസത്തോടെ ദൈവസന്നിധി ചെന്ന് എന്റെ ദൈവം എനിക്ക് വലിയ ചെയ്യുമെന്ന് തയ്യാറായാൽ ദൈവ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. പിന്നെ ഒരു മനുഷ്യനും പിടിച്ചു നിർത്താൻ, ഒരു മനുഷ്യനും നിയന്ത്രിച്ചു നിർത്താൻ കഴിയാത്ത ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. പത്രോസ് പൗലോസിനും ശീലാസിനും വേണ്ടി കാരാഗ്രഹത്തെ ഭൂകമ്പത്താൽ ചലിപ്പിച്ച ദൈവത്തിന്, ഏലിയാവിന് വേണ്ടി കാക്കയയച്ച് പോഷിപ്പിച്ച ദൈവത്തിന് മഹത്വകരവും അഗോചരവുമായ വഴികളെ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആ വിളിച്ച ദൈവം ഇന്നും വിശ്വസ്തനാ. അവൻ വഴിയിലിട്ടയച്ച് പോകത്തില്ല. അവൻ ഒരു നാളും നമ്മെ ഉപേക്ഷിക്കത്തില്ല. സ്തോത്രം. ആമേൻ. എന്റെ അനുഭവത്തിന്റെ ചില പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ ആത്മീയ പ്രചോദനത്തിനായിട്ട് ഞാനൊന്ന് പങ്കുവെക്കാം. 14-ാമത്തെ വയസ്സിൽ, ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. 14-ാമത്തെ വയസ്സിൽ എന്റെ വീടിന്റെ പരിസരത്ത് വെച്ച് ഞാൻ എന്റെ പേരൻസിനോടൊപ്പം ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ എതിരെ വന്ന, നിയന്ത്രണം തെറ്റി വന്നൊരു ജീപ്പ് ഒരു അതിരാവിലെ സമയത്ത് ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിൽ വന്ന് ശക്തമായിട്ട് ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ മറ്റാർക്കും ഒരു പരിക്കും പറ്റിയില്ല. കാരണം വണ്ടിയുടെ 2 സൈഡ് വലതുവശം ചേർന്നാണ് ഇടിച്ചത്. അപ്പോ എന്റെ ദേഹത്ത് ഇടി കൊണ്ട് വേറെ ആർക്കും ഒന്നും പറ്റിയില്ല. എന്റെ വലത് കൈയുടെ അസ്ഥികൾ മുഴുവൻ ഒടിഞ്ഞ് നുറങ്ങിപ്പോയി. എന്റെ ഇടത് കൈയുടെ ഒരു ചൂണ്ടുവിരൽ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. എത്ര പേർക്ക് അത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്റെ ഇടത് കൈയുടെ ഒരു ഫിംഗർ മിസ്സിംഗ് ആണ്. എനിക്ക് ആ അപകടത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയതാണ് എന്റെ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ. അങ്ങനെ അതിനേക്കാൾ ഉപരി എന്റെ വയറിന്റെ വലതുവശത്തായിട്ട് അസഹ്യമായ വേദന എനിക്ക് അനുഭവപ്പെട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ എന്റെ വയറിന്റെ അകത്ത് ലിവറിന് ലിവർ സ്പ്ലിറ്റായി ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ അന്ന് തന്നെ ആ അപകടം നടന്ന 2003 സെപ്റ്റംബർ മാസം 6-ാം തീയതി തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വളരെ വലിയ ഒരു ശസ്ത്രക്രിയ എന്റെ വയറിനോടുള്ള ബന്ധത്തിൽ ചെയ്യാനിടയായി. സർജറി എല്ലാം കഴിഞ്ഞ് ഡോക്ടർമാർ വന്ന് എന്റെ പേരൻസിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല, കുട്ടിയുടെ ലിവർ സ്പ്ലിറ്റ് ആയി പോയിരിക്കുകയാണ്, നല്ല ഇടിയാ കിട്ടിയത്, ഞങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാൽ യാതൊരു ഗ്യാരണ്ടി ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല എന്ന് വൈദ്യശാസ്ത്രത്തെ പറ്റി പഠിതാക്കൾ, അറിവുള്ളവർ വന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ദൈവം പറഞ്ഞു, അവരുടെ വിചാരം 1300 ഗ്രാമേന്ന് വരുന്നതാ, പക്ഷെ ദൈവത്തിന്റെ വിചാരം എന്ന് പറയുന്നത് അതിനപ്പുറമുള്ളതാ. ദൈവത്തിന്റെ ആ വലിയ വിചാരം, ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, എന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ ഇന്നിന്റെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ അവൻ അന്നേ പദ്ധതിയിട്ടിരുന്നത് കൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആ
ആ മരണമുഖത്ത് നിന്ന് വിടുവിക്കപ്പെട്ടവനായി ആമേൻ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. ആമേൻ. അന്ന് വൈദ്യശാസ്ത്രത്തിന്റെ ഗ്യാരണ്ടികളെ പൊളിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ശേഷം വർഷങ്ങൾ മുൻപോട്ട് പോയി 5-6 മാസം ഈ അപകടവുമായി ബന്ധപ്പെട്ട ചികിത്സകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നു. എന്റെ ഒരു ഫിംഗർ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടതൊഴിച്ചാൽ അതിനകത്ത് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ കാലങ്ങൾ മുൻപോട്ട് പോയി. എന്റെ 18ാമത്തെ വയസ്സിൽ എന്റെ പപ്പ ഒരു കൂലിപ്പണിക്കാരനാണ്. എന്റെ അമ്മ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളിയാണ്. ഞങ്ങളുടെ വീട് കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്കടുത്ത് കാരുവേലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അപ്പോ ആ സമയത്ത് എന്റെ ചേട്ടന് 20 വയസ്സ്, എനിക്ക് 18 വയസ്സ് പ്രായമുള്ളപ്പോ ഞങ്ങളുടെ പഴയ ഒരു വീടായിരുന്നു. ആ വീട് പൊളിച്ചൊരു പുതിയ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളൊക്കെ ഞങ്ങളിങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ എന്റെ വലത് കാലിന്റെ മുട്ടിന്റെ കുറച്ച് താഴെ വശത്തായിട്ട്, കൊതുമ്പല്ലിന്റെ മുൻവശത്തായി, ടിബിയ എന്ന് പറയുന്ന ബോണിന് മുൻവശത്തായിട്ട് ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 1.5 വർഷം പഴക്കം ആ ഗ്രോത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ വീട് പണിയോടുള്ള ബന്ധത്തിൽ അല്പം കഠിനാധ്വാനം ചെയ്തപ്പോൾ എനിക്ക് ഇടത് കാലിനേക്കാൾ മുമ്പേ ഈ മുഴയിരിക്കുന്ന കാല് ടയേർഡ് ആകുന്നതായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു ചെറിയ ശസ്ത്രക്രിയ ചെയ്ത് ആ മുഴ റിമൂവ് ചെയ്തു. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ നോർമലിലേക്ക് വന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഞങ്ങളെ ആശുപത്രിയിലേക്ക് വിളിപ്പിച്ച് ഡോക്ടറിന്റെ അടുക്ക ചെന്നപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തുള്ള റീജിയണൽ ക്യാൻസർ സെന്ററിൽ പോകണം, മോന്റെ കാലിനടുത്ത മുഴയ്ക്കകത്തൊരു അപകടാവസ്ഥ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വല്ലാത്ത ഭാരമുണ്ടായി. കാരണം ജീവിതത്തിൽ ഇന്ന് വരെ മനുഷ്യന്റെ കയ്യിലോ കാലിലോ ഒക്കെ ഇത്തരത്തിൽ ക്യാൻസർ പോലെയുള്ള മാരക രോഗം വരുമെന്ന് ഞാൻ കേട്ടിട്ട് പോലും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇത് ഒത്തിരി നിരാശയുളവാക്കി. ഞങ്ങള് തൊട്ടടുത്ത ദിവസം തന്നെ ആ പരിശോധനയുടെ വെളിച്ചത്തിൽ അവിടെ എന്റെ വലങ്കാലിൽ ബാധിച്ചിരിക്കുന്നത് സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ എന്ന മാരകമായ ക്യാൻസർ രോഗമാണെന്ന് RCCയിലെ പത്തോളജി ലാബിൽ നിന്ന് റിപ്പോർട്ട് വന്നു. ഇത് കേട്ടപ്പോൾ വലിയ നിരാശയും ഭാരവും ഒക്കെ ഉണ്ടായി. ഞങ്ങളുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടു. എന്റെ പേരൻസ് അപമാനിക്കപ്പെട്ടു. സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ സ്തോത്രം, ഞങ്ങളുടെ വിശ്വാസം സ്തോത്രം വിറയ്ക്കപ്പെട്ടു. കാരണം ആരോടും മറുപടി പറയാൻ കഴിയില്ല. എന്റെ അപ്പൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാരമ്പര്യ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഇറങ്ങിയ വ്യക്തിയായതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം അവിടെ ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ എന്റെ പിതാവ് അന്ന് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒന്നും ആരോടും മറുപടി പറയാൻ പ്രാപ്തിയുള്ളവൻ പോലും ആയിരുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങള് ഇതൊക്കെ നിർത്തി, വീട് പണിയൊക്കെ നിർത്തി വെച്ച് RCCയിൽ പോയി. എന്റെ കാലവിടെ വീണ്ടും അവര് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ ചെയ്തു. ശസ്ത്രക്രിയ കഴിഞ്ഞ് സ്തോത്രം ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അതിന്റെയും റിപ്പോർട്ട് വന്നപ്പോൾ കാര്യം കൃത്യമായിരുന്നു. സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ എന്ന മാരകമായ അപകടകരമായ ക്യാൻസർ രോഗമാണ് എന്റെ കാലയിലെന്ന് അവർ കൺഫേം ചെയ്തു. അങ്ങനെ അവർ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങളോട് ആവശ്യപ്പെട്ടു. 28 പ്രാവശ്യം എന്റെ വലങ്കാലിൽ റേഡിയേഷൻ ചെയ്തു. 6 പ്രാവശ്യം എന്റെ ശരീരത്തിൽ കീമോതെറാപ്പി ചെയ്തു. പറയാൻ ഒരു നിമിഷം മതിയെങ്കിലും ചെയ്യാൻ 1 വർഷം എടുത്തു. ഈ 1 വർഷം കൊണ്ട് എന്റെ വീട്ടിലെ സകല സാഹചര്യങ്ങളും മാറിമറിഞ്ഞു, തകർന്ന് തരിപ്പണമായി. ആമേൻ, സ്തോത്രം. എല്ലാ തരത്തിലും ഞങ്ങൾക്ക് തകർച്ചകൾ ഉണ്ടായി. ആമേൻ. ഈ 1 വർഷത്തെ ചികിത്സ കൊണ്ട് ഞാൻ മാനസികമായി വല്ലാതെ തകർന്നു. ഏതെല്ലാം നിലവാരത്തിൽ തകരാമോ ആ നിലവാരത്തിലെല്ലാം തകർന്നു. ശരീരം കൊണ്ട് വല്ലാതെ ക്ഷീണിച്ചു, തലമുടിയൊക്കെ കൊഴിഞ്ഞു, വല്ലാതെ വൈരൂപ്യം പ്രാപിച്ചു. 18 വയസ്സിൽ അല്പം സൗന്ദര്യബോധം കൂടുതലുള്ള പ്രായത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ആരോഗ്യം പോലും ക്ഷയിച്ചു പോയി. വല്ലാത്ത അവസ്ഥയിൽ ഒരു തുള്ളി ആഹാരം കഴിക്കാൻ പറ്റില്ല, ഒരിറ്റ് വെള്ളം കുടിക്കാൻ പറ്റില്ല, കുടിക്കുന്നതെല്ലാം ഛർദ്ദിക്കുക. അത്തരത്തിൽ കീമോയുടെ അതിപ്രസരവും റേഡിയേഷന്റെ എഫക്റ്റും ഒക്കെ കൊണ്ട് ഞാൻ കഷ്ടത്തിന്റെ ആഴങ്ങളിൽ കൂടെ 1 വർഷം കടന്നുപോയി. അത് മാത്രമല്ല, മനുഷ്യരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിന്ദയുടെ വാക്കുകൾ, പരിഹാസത്തിന്റെ വാക്കുകൾ, എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ചോദ്യശരങ്ങളും ഒക്കെ ഒളിയമ്പുകളൊക്കെ വന്ന് വീഴാൻ തുടങ്ങിയപ്പോ ഉത്തരമില്ലാത്ത കയത്തിൽ ഞാൻ വെട്ടു. അവൻ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ആത്മഹത്യയെപ്പറ്റി പോലും എന്റെ മനസ്സെന്നെ ചിന്തിപ്പിക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് അവിടുത്തെ അഭിഷേകം നൽകി എന്നെ ബലത്തോടെ നിർത്തി. സ്തോത്രം. എന്റെ രോഗം ആ സമയം മാറിയില്ല. വീണ്ടും ചില കീമോകളൊക്കെ ചെയ്യേണ്ടി വന്നു. 6 കീമോ കഴിഞ്ഞപ്പോ അടുത്ത പരിശോധനകൾക്കായി ഞങ്ങൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ആമേൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ എന്റെ രോഗത്തിന് കർത്താവ് ശമനം വരുത്തി. ആമേൻ. 6 കീമോ കഴിഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ച ശാരീരിക രോഗസൗഖ്യത്തിന്റെയും ആശ്വാസത്തിന്റെയും വെളിച്ചത്തിൽ എന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ വിളിയും മനസ്സിലാക്കി ഞാൻ അന്ന് എന്റെ മാതൃസഭ എന്ന് പറയുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡ് ആയിരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ
സെമിനാരികളിലൊക്കെ പോയി കർത്താവിന്റെ വചനം പിന്നീടുള്ള 5 വർഷങ്ങൾ പഠിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ഈ പോകുന്ന നാളുകളിലൊക്കെ എല്ലാ വർഷവും ഞാൻ RCCയിൽ ചെക്കപ്പിന് വേണ്ടി പോകും. എന്ത് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളെ എല്ലാവരെയും പോലെ പൂർണ്ണ ആരോഗ്യത്തോടെ പിന്നീടുള്ള വർഷങ്ങൾ ജീവിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. 5 വർഷം കഴിഞ്ഞു. എന്റെ സദൺ ഏഷ്യ ബൈബിൾ കോളേജിലെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്ന് തിരുവല്ലയ്ക്കടുത്ത് കാക്കത്തുരുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന സമയത്ത് അപ്പോഴത്തേക്ക് ഏതാണ്ട് 27 വയസ്സ് തിയോളജിക്കൽ ഡിഗ്രികൾ തന്നു. അങ്ങനെ എല്ലാ തരത്തിലും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്ന ഘട്ടമെന്ന നല്ല ലെവലിലേക്ക് ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ 27ാമത്തെ വയസ്സിൽ അവൻ 8 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ഇനി ഒരിക്കലും എനിക്ക് വരികയില്ല എന്ന് ചിന്തിച്ചിരുന്ന ആ മാരക രോഗം വീണ്ടും 8 വർഷങ്ങൾക്ക് ശേഷം എന്റെ വലംകാലിൽ മുൻപ് രോഗം വന്ന അതേ സ്ഥാനത്ത് മടങ്ങി വന്നു. ആ വരവൂടെ വന്നു. ആശുപത്രിയിൽ പോയി, RCCയിൽ പോയി പരിശോധനകൾ നടത്തി കൺഫേം ചെയ്തു. ഉടൻ തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. 2017 ഒക്ടോബർ മാസം എന്റെ വലങ്കാല് RCCയിൽ വീണ്ടും സർജറി ചെയ്തു. ശസ്ത്രക്രിയകൾക്ക് ശേഷം 3ാമത്തെ ആഴ്ചയിൽ ഞങ്ങൾ ആശുപത്രിയിലേക്ക് ചെന്ന് ആ ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടായ ആ സ്റ്റിച്ചസ്, അതിന്റെ ആ തുന്നലുകൾ റിമൂവ് ചെയ്യാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ആ തുന്നലെടുത്ത് മാത്രം കഴിയും മുമ്പേ ആ തുന്നൽ ഇട്ടിരുന്ന ഭാഗത്തെ ആ മുറിവ് ഓപ്പണായി. അത് ഓപ്പണായപ്പോൾ ഞാൻ വല്ലാതെ ആശങ്കപ്പെട്ടു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എന്താണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? അദ്ദേഹം നോക്കിയപ്പോൾ ഒരു വെള്ള നിറത്തിൽ എന്തോ കാണുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, ആ കാണുന്നത് അസ്ഥിയാണ്. ഈ കാലിന്റെ ഈ റേഡിയേഷൻ ചെയ്ത ഭാഗത്താണ് ഈ മുറിവുണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട്, അവിടെ ആയിരുന്നു രോഗം വീണ്ടും വന്നതെന്നുള്ളത് കൊണ്ട് നമുക്ക് സർജറി ചെയ്യാൻ നിവൃത്തിയില്ല. എന്നാൽ ഈ ഭാഗത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അത് റേഡിയേഷന്റെ അതിപ്രസരമുള്ള ഭാഗമാകയാൽ അവിടുത്തെ രക്തഓട്ടം വളരെ കുറവാണ്, സർക്കുലേഷൻ കുറവായതുകൊണ്ടാണ് ആ മുറിവ് കരിയാത്തതെന്ന് ഡോക്ടർ എന്നോട് പറയുവാനിടയായി. അന്നു മുതൽ RCCയിൽ ഞാൻ എൻ്റെ ശുശ്രൂഷ മേഖലയിൽ നിന്നൊക്കെ പിന്മാറി ഭവനത്തിലേക്ക് വന്ന് RCCയിൽ പല ആഴ്ചകൾ, പല ദിവസങ്ങൾ കയറി ഇറങ്ങി ചികിത്സിച്ചു. അവർ തന്ന ഓയിൽമെന്റുകൾ, അവർ തന്ന ഇന്റേണൽ മെഡിസിൻസുകളൊക്കെ പ്രയോഗിച്ചു. എല്ലാം പ്രയോഗിച്ചിട്ടും കാര്യമായ വ്യത്യാസം എൻ്റെ കാലിന്റെ അവസ്ഥയ്ക്ക് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കാലിലെ മുറിവ് അനുദിനം അതിന്റെ സാഹചര്യം മോശമായിക്കൊണ്ടേയിരുന്നു. എന്നാൽ എനിക്ക് നടക്കുവാൻ സാധിക്കും. ഒരുപാട് ദൂരമൊന്നും പോയാൽ പോകാൻ പറ്റത്തില്ല. കുറച്ചു നേരം നടക്കുമ്പോൾ കാലെ നീരൊക്കെ വരും, മുറിവുണ്ടായതുകൊണ്ട്. അങ്ങനെ ഞാൻ ആശ്വാസത്തോടെയൊക്കെ ഇരിക്കുമ്പോൾ ഈ മുറിവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആശങ്കയിൽ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ 2017 ഡിസംബർ മാസം 26-ാം തീയതി എൻ്റെ വീടിന്റെ മുറ്റത്ത് ഒരു ചെറിയ റാമ്പുണ്ട്, ഒരു സ്റ്റെപ്പ്, ഒരു റാമ്പും കൂടെ ഒക്കെ ഉള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തൂടെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ നമ്മുടെ കാല് മടുക്കുക എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. ഈ ആങ്കിൾ ട്വിസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം, നമ്മുടെ കാലിന്റെ പാദം തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ, അങ്ങനെ ഒരു ചെറിയ ട്വിസ്റ്റിംഗ് ഉണ്ടായി. നിസ്സാരമായിരുന്ന കാര്യം. ആ ആങ്കിളിൽ, ആണിയുടെ ഭാഗത്തൊരു വേദന വരേണ്ട ഒരു സാധാരണ വീഴ്ചയില് എന്റെ നില തെറ്റി ഞാൻ വീണു. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്റെ കണ്ണിനകത്ത് ഇരുട്ട് കയറി. കണ്ണിലേക്ക് അബദ്ധം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഞാൻ വേറെ, എന്റെ വലങ്കാല് വേറെ എന്ന നിലവാരത്തിൽ രോഗാതുരമായ ഭാഗം വെച്ച് എന്റെ വലങ്കാല് രണ്ടായിട്ട് ഒടിഞ്ഞ് എന്റെ മുറ്റത്ത് ഞാൻ കാല് ക്രൂരമായിട്ട് ഒടിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. നിമിഷങ്ങൾക്കകത്ത് എന്റെ വെയിൻസ് ഒക്കെ കട്ടായിരുന്നു ആ വീഴ്ചയുടെ ഭാഗമായിട്ട്. അങ്ങനെ എന്റെ വീടിന്റെ മുറ്റം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞു. നിമിഷങ്ങൾക്കകത്ത് കാലേന്ന് ബ്ലഡ് ഒഴുകി വരാൻ തുടങ്ങി. ഇത് കണ്ടു നിന്ന പലർക്കും നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. നിലവിളിയായി, ബഹളമായി. ആംബുലൻസിന് 108 എന്ന് പറയുന്ന നമ്പറിൽ ആംബുലൻസിന് ഫോൺ ചെയ്ത് കുണ്ടറ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നൊരു ആംബുലൻസ് എന്റെ വീടിന്റെ മുമ്പിൽ വന്നു നിന്ന് ഒരു തലയണയുടെയൊക്കെ പിൻബലത്തിൽ കോഴിയുടെ പെടലി ഒടിഞ്ഞതുപോലെ കിടന്ന് എന്റെ കാലും എടുത്തൊരു തലയണയുടെ പിൻബലത്തിൽ എടുത്ത് എന്നെ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് RCCയിലെ ഡോക്ടർമാരുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അവരുടെ ട്രോമാ കെയർ സംവിധാനങ്ങൾ അപര്യാപ്തമാകിയാൽ അവർ ഞങ്ങളെ കൈയൊഴിയാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ മറ്റ് വഴികളൊന്നുമില്ലാതെ
കാലേന്ന് ഒരുപാട് ബ്ലഡ് പോകുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കി ആംബുലൻസ് പോയി നിന്നത് തിരുവനന്തപുരത്തുള്ള കിംസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുമ്പിലാണ്. സ്തോത്രം. ആ ദിവസം 2017 ഡിസംബർ 26 മുതൽ പിന്നീട് അങ്ങോട്ട് ആശുപത്രി, ആംബുലൻസ്, വീട്, ഈ 3 സ്ഥലങ്ങളല്ലാതെ മറ്റൊരു സ്ഥലവും ഞാൻ ഏതാണ്ട് 2018 എന്ന് പറയുന്ന ഒരു വർഷം മുഴുവൻ ഞാൻ കിടക്കയിലായിരുന്നു. ഞാൻ വേറൊരു സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒറ്റപ്പെട്ടവനായിട്ട് സ്തോത്രം തകർന്ന് തരിപ്പണമായി എത്രയോ വൈദ്യശാസ്ത്രത്തിന്റെ ഏതെല്ലാം രീതിയിലുള്ള ചികിത്സകൾ, ഇല്ലിസാറോ റിങ് എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെയുള്ള ഭീകരമായ അവസ്ഥകൾ, ഇടതുകാലിന്റെ ആരോഗ്യമുള്ള കാലിന്റെ തുടയിൽ നിന്ന് പണ്ട് അസാധ്യമെന്ന് പറഞ്ഞ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവായപ്പോൾ വൈദ്യശാസ്ത്രത്തിന്റെ പദ്ധതികളൊക്കെ പ്രകാരം അവര് എന്റെ കാല് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി മറ്റേ കാലേന്ന് ഈ കാലയിലേക്ക് മാംസമൊക്കെ വെട്ടിവെച്ച് പ്ലാസ്റ്റിക് സർജറി അടക്കമുള്ള ഒത്തിരി ശസ്ത്രക്രിയകൾ എല്ലാം നടത്തി പല തവണകളിൽ ഇംപ്ലാന്റിങ്ങിന് വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഇംപ്ലാന്റ് ഇട്ട് കഴിയുമ്പോൾ ആഴ്ചകൾക്കകത്ത് അത് ഇൻഫെക്റ്റഡ് ആകുമ്പോൾ ആ ഇംപ്ലാന്റിങ് റിമൂവ് ചെയ്തെടുത്ത് കളയണം. ഈ ഇംപ്ലാന്റ് ചെയ്യാൻ ചെലവാക്കിയ പൈസയും അതിനു വേണ്ടി ചെലവാക്കിയ മറ്റെല്ലാ കാര്യങ്ങളും വൃഥാവിലായി പോകുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ എത്രയോ ഭീകരമായ അനുഭവങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ സമൂഹത്തിലെ വിശ്വാസ വീരന്മാരായിട്ടുള്ള അനേക ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ അതിലൊരു ചെറിയ കൂട്ടമെങ്കിലും ചില സമയങ്ങളിൽ എൻ്റെ ഭവനത്തിൽ വരുമ്പോ എൻ്റെ കാല് ഇൻഫെക്റ്റഡ് ഒക്കെ ആകുമ്പോ ഭയങ്കര സ്മെല്ലാണ്. മനുഷ്യ ശരീരം നമ്മൾ ഈ കുട്ടിക്കൂറ പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ കുളിപ്പിച്ച് കൊണ്ടു നടക്കുന്ന ഈ സാധനമുണ്ടല്ലോ, ഇത് അഴുകിക്കഴിഞ്ഞാൽ, ഈ പുഴു തിന്നുന്ന ഈ സാധനം അഴുകിയാൽ ഭയങ്കര സ്മെല്ലാണ്. ആന അഴുകിയാൽ പോലും അത്രയും സ്മെല്ല് വരത്തില്ല. എൻ്റെ സ്വന്തം മൂക്കിലേക്ക്, എൻ്റെ ശരീരത്തിന്റെ ഒരു ഭാഗം അഴുകുന്നതിന്റെ സ്മെല്ല് എൻ്റെ മൂക്കിലേക്ക് ഇടിച്ചു കയറിയപ്പോ, നിരാശയുടെ ആഴങ്ങൾ ഞാൻ പുലുകിയപ്പോ, ചില ദൈവദാസന്മാരെങ്കിലും എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേളയിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവേ, അവിടുത്തെ ഹിതം നിറവേറണേ. വേറൊന്നുമല്ല പ്രാർത്ഥിക്കുന്നത്, അവനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താതെ നീ മേളിലോട്ടങ്ങ് വിളിക്കണേന്ന. കാരണം സ്തോത്രം, അവസ്ഥ കണ്ടാൽ അത് പറഞ്ഞു പോകും. 28 വയസ്സുള്ള എനിക്ക് വേണ്ടി 60-കാരനായ പാസ്റ്റർ പ്രാർത്ഥിച്ചതാണ്, ദൈവഹിതം നിറവേറണേ. സ്തോത്രം. ഇതൊക്കെ എൻ്റെ അകത്തുണ്ടാക്കിയ പ്രകമ്പനങ്ങൾ ചെറുതല്ല. പക്ഷെ അന്നേരവും ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു, മോനെ, നീ വിചാരിക്കുന്നിടത്തല്ല, നീ ചിന്തിക്കുന്നിടത്തല്ല, നിന്റെ ആലോചന പ്രകാരമല്ല. മനുഷ്യന്റെ വാക്ക് പറയുമ്പോ ഞാൻ നിന്നെ പറ്റി പദ്ധതികളെ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 2018 എന്ന് പറയുന്ന വർഷത്തിന്റെ 365 ദിവസവും ഞാൻ രോഗക്കിടക്കയിലായിരുന്നു. ഒരു 28 വയസ്സുകാരന്റെ എല്ലാ ദൈനംദിന കർമ്മങ്ങളും ചെയ്യുവാൻ സ്തോത്രം അപ്പന്റെയും അമ്മയുടെയും പ്രിയപ്പെട്ടവരുടെയും സഹായമില്ലാതെ കഴിയത്തില്ലായിരുന്നു. അത്തരത്തിലുള്ള ഏറ്റവും ഭീകരമായ ജീവിതാനുഭവങ്ങളിൽ കൂടെ പോയി 2019 പ്രഥമ മാസങ്ങളായപ്പോൾ സ്തോത്രം ഒരു കാരണവശാലും ഇനി ഈ കാലുമായിട്ട് അത് പൂർണ്ണ തോതിൽ പൂർണ്ണ ആരോഗ്യത്തിൽ വരുത്തില്ല എന്ന് ഡോക്ടർ എനിക്ക് കൃത്യമായി മനസ്സിലാക്കി തന്നു. അതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി അകത്ത് ഇംപ്ലാന്റ് പറ്റില്ല, നമുക്കൊരു ബ്രേസ് എന്ന് പറയുന്ന ഒരു ഉപകരണം പണിയിപ്പിക്കാൻ കിട്ടും. അത് ടെമ്പറിയായിട്ട് പണിഞ്ഞ് അതിനകത്ത് പ്രത്യേക ചിരിപ്പൊക്കെ ഉണ്ടാക്കി ആ വളഞ്ഞ അതിനകത്ത് ഇറക്കി വെച്ച് നടക്കാൻ പരിശ്രമിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ ജോബിന് കുറച്ചു കാലം ഇതുമായിട്ട് പോകാം, നന്നായിട്ട് പോകാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ അദ്ദേഹം പറഞ്ഞ പുതിയ ജീവിത സാഹചര്യത്തിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങി. ബ്രേസ് വെച്ച് 10-200 മീറ്റർ വരെയൊക്കെ മാക്സിമം നടക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ചെറിയ നിലവാരത്തിൽ ഞാൻ എത്തിപ്പെട്ടു. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോ ഒരു കുടുംബ ജീവിതം സ്വപ്നം പോലും കാണാം. എനിക്ക് കുടുംബജീവിതം പോയിട്ട് എങ്ങനെയും ജീവിച്ചാൽ മതി എന്നുള്ള ചിന്ത മാത്രം മനസ്സിലിരിക്കുമ്പോഴാണ്, പ്രിയരെ, അവൻ എന്നെ പറ്റി ലോകം പറഞ്ഞു ഇനി അവൻ എഴുന്നേക്കത്തില്ല, അവൻ ജീവിക്കത്തില്ല. അവിടുന്ന് ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തത് പറയാൻ തുടങ്ങി, ഇനി ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകാന്നുള്ള അല്ലാതെ അതിനപ്പുറം ഒരു കുടുംബമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ നടക്കത്തില്ല. അങ്ങനെ മനുഷ്യൻ പറഞ്ഞപ്പോ ദൈവം എനിക്ക് വേണ്ടി ഒരു ജീവിത പങ്കാളിയെ ഒരുക്കി. ആ ജീവിത പങ്കാളി ഒരുക്കപ്പെട്ടു. വിവാഹത്തിനായി പലരെയും ക്ഷണിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആശ്ചര്യം കൂടുക. അത് ആരും RSSകാരും BJPക്കാരും ബജറംഗ് ദളുകാരും ഒന്നും അല്ല കേട്ടോ. നമ്മുടെ ഈ പറയുന്ന സോ കോൾഡ് വിശ്വാസി സമൂഹം തന്നെയാണ് പറയുന്നത്. ഉള്ളതാണോ ഇതൊക്കെ നടക്കുവോ എന്നുള്ളത്. എന്നിട്ട് ആദ്യം പറഞ്ഞു, പെങ്കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പെങ്കൊച്ചിന് വല്ല ചട്ടുകാലോ മന്ദബുദ്ധിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണോ എന്നുള്ള ചോദ്യങ്ങൾ. അങ്ങനെ ഒന്നും അല്ല എന്ന് മനസ്സിലാക്കിയപ്പോ അടുത്ത ചോദ്യം, അടുത്ത മനസ്സിലാക്കല്, അടുത്ത ദൂഷണം. എങ്ങനെയാ പറഞ്ഞെന്നറിയാവോ? അടുത്ത ദൂഷണം വരുന്നത് അങ്ങനെയാന്ന്, ഇതെല്ലാം മറച്ചു വെച്ചിട്ടുള്ള കല്യാണമാണ്. ഒടിഞ്ഞ കാലൊക്കെ എങ്ങനെ മറച്ചു വെക്കുമെന്നായി പറയുന്നേ. സ്തോത്രം. ഇതൊക്കെ മറച്ചു വെച്ചിട്ടുള്ള
കല്യാണമാണെന്ന് വെച്ചാൽ എനിക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗമൊക്കെ വന്നതാണെന്ന് മറച്ചു വെച്ചിട്ടുള്ള കല്യാണമാണെന്ന അടുത്ത വാർത്ത. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി കർത്താവ് എനിക്ക് ഒരു ദിവസം തന്നു. 2019 ഡിസംബർ 26, അതായത് എന്റെ കാലൊടിഞ്ഞതിന്റെ കൃത്യം 2 വർഷം തികയുന്ന അതേ ദിവസമായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞാൻ ഈ പറഞ്ഞ ആക്ഷേപിച്ചവരും കുറ്റം പറഞ്ഞവരും പരിഹസിച്ചവരും ദൂഷണം പറഞ്ഞവരും പ്രാർത്ഥിച്ചവരും കൃപയുള്ളവരും കൃപയില്ലാത്തവരും എല്ലാവരും വരുമല്ലോ കല്യാണത്തിന്. അങ്ങനെ എല്ലാവരും കൂടെ ഒരു 10-700 പേരെ ഒരുമിച്ച് എന്റെ കൈ കിട്ടിയപ്പോ വിവാഹ ശുശ്രൂഷയ്ക്ക് ശേഷം ഞാൻ എന്റെ പാസ്റ്ററോട് പറഞ്ഞു, എനിക്ക് അവസാനം ഒരു 5 മിനിറ്റ് തരണം, ഒന്ന് സംസാരിക്കണം, വേറെ ഒന്നും അല്ല, ദൈവനാമം ഒന്ന് ഉയർത്തണം, എന്റെ ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്തു എന്നൊന്ന് പറയണം മാത്രം ഉദ്ദേശത്തോടു കൂടെ ഞാൻ ഒരു 5 മിനിറ്റ് അവസാനം ചോദിച്ചു വാങ്ങിയിട്ട് എന്റെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ അവിടെ പറഞ്ഞൊരു സാക്ഷ്യം. ഞാൻ അവിടെ വന്ന ഒരു 10-50 പേരെ മാത്രമേ ഉദ്ദേശിച്ചുള്ളെങ്കിലും പ്രിയരെ, ദൈവനാമ മഹത്വത്തിനായി പറയട്ടെ, ഞാൻ അന്ന് പറഞ്ഞ സാക്ഷ്യം ലോകം മുഴുവൻ കേട്ടു. ലോകത്ത് വിശ്വാസ സമൂഹം മുഴുവൻ ഈ പറയുന്ന നമ്മുടെ ഈ മൊബൈല് സോഷ്യൽ മീഡിയ വഴി കോവിഡിന് ചില മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീഡിയോ ഒരു തരംഗമായിട്ട് മാറി. സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇത് പ്രചരിപ്പിക്കപ്പെട്ടു. അതിന് പെന്തക്കോസ്തിന്റെ പരിധിയില്ല. അതെല്ലാം ലംഘിച്ച് പല സഭകളുടെ ഒക്കെ ഔദ്യോഗിക ചാനലുകളിൽ പോലും ഇത് അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. കാരണം ഇങ്ങനെ ഒരു സാക്ഷ്യം ആരും കേട്ടിട്ടില്ല എന്ന നിലവാരത്തിൽ. ഞാനൊരു കാര്യം പറയാം, എന്റെ മഹിമയ്ക്കല്ല. എന്റെ അടുത്ത് പലരും പിന്നെ വിളിച്ച് ചോദിച്ചത് എങ്ങനെ വൈറലാക്കി. ഞാൻ പറഞ്ഞ എന്റെ പൊൻ സഹോദര, എനിക്കറിയാം വൈറലായത് ഞാനല്ല, എന്റെ ദൈവം അതങ്ങനെ ചെയ്തതാ. സ്തോത്രം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. ആ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടപ്പോ യേശുവിന്റെ അടുക്ക ശിഷ്യന്മാര് ചോദിച്ചു, റബി, ഇവനോ ഇവന്റെ അപ്പനോ അമ്മയോ ആരുടെ പാപം കൊണ്ടായി ഇവനിങ്ങനെ ഇരിക്കുന്നത്? കാരണം മനുഷ്യർ അങ്ങനെ ചിന്തിക്കും. ഒരുത്തനെ കണ്ട, കുറവുള്ള ഒരുത്തനെ കണ്ട, കഷ്ടത്തിൽ കൂടെ പോകുന്ന ഒരുത്തനെ കണ്ട ഉടനെ ചോദിക്കും, ഇത് ആരുടെ കുറവുണ്ടാ ഇങ്ങനെ സംഭവിച്ചത്? പക്ഷെ യേശു അവിടെ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ദൈവമഹത്വം ഇവനിൽ വെളിവാകേണ്ടതിനത്രേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ തകർക്കാനല്ല, നമ്മളിവിടെ ദൈവനാമം മഹത്വം എടുക്കാൻ ദൈവത്തിന് ചില പദ്ധതി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം ആരംഭിച്ചു. ആ സമയത്ത് തന്നെ ദൈവം എൻ്റെ അകത്ത് വന്നൊരു പ്രകാശനം. എനിക്ക് ഒത്തിരി ഓഫറുകളൊക്കെ ചിലർ പറഞ്ഞു. ഞാനതെല്ലാം നിഷേധിച്ചു. പ്രാർത്ഥനയാൽ കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, നീ തകർന്നു പോയ മണ്ണിൽ, നിന്റെ രക്തം വീണ മണ്ണിൽ, നീ നാശകോശമായി നിന്റെ നാശം കണ്ട ഈ മണ്ണിൽ നീ ഒരു വേല ചെയ്യണം. അങ്ങനെ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ആരംഭിച്ചൊരു പ്രാർത്ഥന ഇന്ന് ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയുടെ കൊല്ലം നോർത്ത് സെന്ററിലെ ഒരു ഔദ്യോഗിക സഭയായിട്ട് മാറുവാൻ കർത്താവ് കൃപ ചെയ്തു. ചീരങ്കാവ് എന്ന് പറയുന്ന എൻ്റെ വീടിനടുന്ന് ഒരു 3.5 കിലോമീറ്റർ അപ്പുറത്ത് നാഷണൽ ഹൈവേയുടെ പരിസരത്തായിട്ട് ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്ത് ഞാൻ അങ്ങോട്ട് ചില മാസങ്ങൾക്ക് മുൻപ് ആ സഭായോഗത്തെ ആ സാഹചര്യങ്ങളെ മാറ്റുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങള് ശക്തമായി കുടുംബമായി കർത്താവിന്റെ വേല ചെയ്യുന്നു. 2021 കല്യാണം കഴിഞ്ഞ് അയ്യോ ഇവൻ മരിച്ചു പോകുന്നു പറഞ്ഞു. അവിടെ മരിച്ചില്ല, ഇവൻ ജീവനിലേക്ക് വന്നു. എന്നാ ഇവൻ കല്യാണം കഴിക്കുമ്പോൾ ചട്ടുകാലിയോ മുടന്തിയോ വല്ലോ ആവുമെന്ന് പറഞ്ഞു. അതുമല്ല, ഇവൻ കള്ളം പറഞ്ഞിട്ടുമല്ല കല്യാണം കഴിച്ച്, ഇവന് കുടുംബജീവിതവും കൊടുത്ത് ഇവനെ നാട്ടുകാർ 10 പേര് അറിയത്തക്ക തരത്തിൽ അവന്റെ വിവാഹത്തിന്റെ കാര്യങ്ങളും എല്ലാം ലോകം എല്ലാം കണ്ടല്ലോ. അയ്യോ ഇവൻ ഇനി അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു പോവാന്നിട്ട് എങ്ങോട്ടായി പോക്ക് എന്ന് ചിന്തിച്ചപ്പോൾ അവർക്ക് അടുത്തൊരു ഓപ്ഷൻ കിട്ടി. അതെന്തോന്നറിയാവോ? കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം ചോദിക്കും. ഏതാ? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എന്തുവാ? തലമുറകളെ സംബന്ധിച്ചുള്ള ചോദ്യം വന്നപ്പോ അതിന് ഉത്തരം കണ്ടെത്തുവാനും ഞങ്ങള് വൈദ്യശാസ്ത്രത്തിന്റെ ചില പരിശോധനകൾ നടത്തിയപ്പോ, സ്തോത്രം, ഇത്രയും കീമോയും ഇത്രയും റേഡിയേഷനും ഞാനിപ്പോ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ, ഈ മരുന്നുകളൊക്കെ കയറി ഇറങ്ങി ആകെ മൊത്തം ഒരു പുകയാ എന്റെ ശരീരം. അങ്ങനെയുള്ളത് കൊണ്ട് ചില റിപ്പോർട്ടുകൾക്കകത്തൊക്കെ ഡോക്ടർ ഇങ്ങനെ ചില ആശങ്കകളൊക്കെ പറഞ്ഞു. സ്തോത്രം. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, വാടി നമുക്ക് വീട്ടിൽ പോവാം. ഞങ്ങൾ വിശ്വാസത്തോടെ വീട്ടിൽ പോയിരുന്നു. ദൈവം 2 വർഷം കഴിഞ്ഞപ്പോ 2021 പകുതി ആയപ്പോ എന്റെ വലങ്കാലിൽ പെട്ടെന്ന് വീണ്ടും ഇൻഫെക്ഷൻ വന്നു. ഭയങ്കര ഇൻഫെക്ഷൻ, ഹൈ ലെവൽ ഇൻഫെക്ഷൻ. അങ്ങനെ ഇൻഫെക്ഷൻ വന്ന MRI സ്കാനിനകത്ത് കാലിന്റെ ആ ഇൻഫെക്ഷന്റെ ലെവലിൽ മേളിലേക്ക് കയറുന്നു എന്നുള്ള റിപ്പോർട്ട് വന്നു. ഡോക്ടർ എന്നെ വിളിച്ച് കർശനമായി പറഞ്ഞു, ഒരു കാരണവശാലും ഇനി ഈ കാലുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇത് അപകടകരമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഒത്തിരി അന്വേഷണങ്ങളൊക്കെ നടത്തി മറ്റൊരു ഓപ്ഷനും ഇല്ല എന്ന് മനസ്സിലാക്കി 2021 ഒക്ടോബർ മാസം 28-ാം തീയതി കൊല്ലത്ത് NS ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എൻ്റെ വലങ്കാല് ഏതാണ്ട് 4-5 വർഷത്തെ തീവ്ര പരിശ്രമങ്ങൾക്കൊടുവിൽ 2021 ഒക്ടോബർ 28-ന് എൻ്റെ വലത്തുകാല് ഞങ്ങള് സ്തോത്രം വൈദ്യശാസ്ത്രത്തിന്റെ തീരുമാന പ്രകാരം എൻ്റെ വലങ്കാൽ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. പക്ഷേ ഇത് നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോഴും
ഒരു കാര്യം ഞാൻ പറയാം, അത് നഷ്ടപ്പെടുമ്പോൾ അടുത്ത ചോദ്യം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു, ഒരു പെൺകൊച്ചിന്റെ ജീവിതവും കൂടെ വഴിയാധാരമാക്കിയല്ലോ എന്ന ചിന്തകളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. ചിലരൊക്കെ പറഞ്ഞു, കാര്യം നഷ്ടപ്പെട്ടാൽ ഇനി എന്നാ ശുശ്രൂഷ ചെയ്യാനാ, ശുശ്രൂഷ ഇതോടുകൂടെ അവസാനിച്ചു, എല്ലാം അവസാനിച്ചു എന്ന് ലോകം ഞങ്ങളെപ്പറ്റി വിധി എഴുതിയപ്പോ ഞാനൊരു കാര്യം പറയാം, ദൈവം ഞങ്ങൾക്ക് അവിടെ ഒരു ആശ്വാസം നൽകി. ആശ്വാസം വേറൊന്നുമല്ല, എന്റെ ആംബ്യൂട്ടേഷൻ ആഴ്ചകൾക്ക് മുമ്പാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, എന്റെ പ്രിയപ്പെട്ടവൾ ഉദരത്തിൽ ഒരു തലമുറ വളരുന്നുണ്ടെന്ന്. സ്തോത്രം. എന്റെ വലങ്കാല് മണ്ണോട് മണ്ണ് ചേർന്ന് ഞങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എന്റെ പ്രിയപ്പെട്ടവൾ ഉദരത്തിൽ ഞങ്ങൾക്ക് തന്ന കുഞ്ഞിന് കയ്യും കാലും വിരിച്ചുകൊണ്ടിരുന്നവനാ എന്റെ കർത്താവ്. സ്തോത്രം. ഒരിടത്ത് ഒരു നഷ്ടം ഉണ്ടാകുമ്പോൾ അപ്പുറത്ത് ദൈവം കരുതേണ്ടത് ഞങ്ങൾക്ക് വേണ്ടി കരുതി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഈ വർത്തമാനം പറയുമ്പോൾ ഞാൻ 2 വയസ്സുള്ള ഒരു ആൺകുഞ്ഞിന്റെ അപ്പനാണ്. എന്റെ പ്രിയപ്പെട്ടവൾ രണ്ടാമത് പ്രഗ്നന്റ് ആണ്, അവളിപ്പോ 8 മാസം ഗർഭിണിയാണ്. സ്തോത്രം. ഞാൻ നിങ്ങളോട് ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്നത് പിന്നെ ഇന്ത്യയിലല്ല, നാട്ടിലല്ല, കുവൈറ്റിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവം എന്നോട് പറഞ്ഞു, എന്റെ കാല് നഷ്ടപ്പെട്ടപ്പോ ഞങ്ങളുടെ സമൂഹത്തിലുള്ള പലരും പറഞ്ഞു, രാഷ്ട്രീയക്കാരടക്കമുള്ള പലരും പറഞ്ഞു, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞപ്പോ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കൈയും കാലും ഒക്കെ നഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ പൊതുവെ കാണുന്നത് എവിടെയാ? വല്ല പെട്ടിക്കടയോ മുറുക്കാൻ കടയോ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ കാണുന്നത് പിന്നെ ലോട്ടറി കച്ചവടത്തിനോ അത്തരത്തിലുള്ള പരിമിതികളിലാണ് പലരെയും കണ്ടിട്ടുള്ളത്. അതുപോലെ എന്നെ സ്നേഹിച്ച് എന്നോട് സ്നേഹമുള്ള എൻ്റെ അധ്യാപകർ എന്നോട് പറഞ്ഞു, മോനെ നീ കോളേജിൽ വാ, ഞാൻ നിനക്ക് പിന്നെ ലൈബ്രറിയിൽ ഒരു ജോലി വാങ്ങിച്ചുതരാം, ഇരുന്നുള്ള ജോലി ചെയ്താൽ മതി. ഈ പറഞ്ഞവരാരും ശത്രുക്കളല്ല കേട്ടോ, അവർക്കെല്ലാം സ്നേഹമാണ്. സ്നേഹം കൊണ്ടാണ് അവർ പറയുന്നത്, കാരണം ഇവന്റെ ജീവിതം മുമ്പോട്ട് പോകണമെന്നല്ലേ. സ്തോത്രം. ഞാനിപ്പോ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നത് വാത്സല്യ സാംജി അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ആ സമയത്ത് തന്നെ ആശുപത്രി കാണാൻ വന്നതൊക്കെ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. സ്തോത്രം. ഞാൻ ഇപ്പോഴാ കാണുന്നത്. ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ഭാരങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് എന്നെ കാണുകയും ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളവരാ. സ്തോത്രം. ജീന ആന്റി, പ്രിയപ്പെട്ടവരെല്ലാം സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളെ ലോകം എഴുതി തള്ളിയപ്പോ, മനുഷ്യർ നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി എഴുതി തള്ളുമ്പോ ദൈവം വിചാരിക്കാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നത് ദൈവം തമ്പുരാനാണ്, മനുഷ്യനല്ല. ആമേൻ. ഞാൻ ചിലയിടത്ത് ഒതുങ്ങിപ്പോകുമെന്ന് മനുഷ്യൻ എന്നെ പറ്റി വിധി എഴുതിയപ്പോ ഇന്ന് ലോകരാജ്യങ്ങളിൽ കർത്താവിന്റെ വചനവുമായിട്ട്, കർത്താവിന്റെ സാക്ഷിയമായിട്ട് പോകുവാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രായവും എന്റെ യൗവനവും ഒക്കെ കണക്കിലെടുത്ത് ചിലരെങ്കിലും എന്നെ മാറ്റി നിർത്താൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതകരമായ വാതിലുകളെ, വലിയ കൂട്ടായ്മകളുടെ വേദികളെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഒരു മനുഷ്യന്റെ മുമ്പിലും പിന്നെ മുട്ടുമടക്കുവാൻ ദൈവം എന്നെ ഇതുവരെയും അനുവദിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാം, വിളിച്ച ദൈവം വിശ്വസ്തന, ഒരു കുറവുമില്ലാതെ ബലത്തോടെ, ആരോഗ്യത്തോടെ, കരുത്തോടെ ദൈവം ഞാൻ നടത്തുന്നു. ഘട്ടങ്ങളിലൊക്കെ പുതിയ കാല് നഷ്ടപ്പെട്ട പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് വെക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ അവൻ നിലവാരമുള്ള ഒരു ചിത്രങ്ങളിലേക്ക് എത്തിപ്പെടാനൊക്കെ വലിയ കടമ്പകൾ കടക്കേണ്ടതുണ്ടായിരുന്നു. കാരണം നമ്മൾക്ക് ഈ കയ്യും കാലും ഒക്കെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്ന സാഹചര്യം ഉള്ളപ്പോൾ ഉറച്ചു സ്തുതിച്ചോണം കേട്ടോ. കാരണം ഈ ഉയർത്തുന്ന കൈ കൃത്രിമമായിട്ട് ഉയർത്തണമെങ്കിൽ ലക്ഷങ്ങൾ ചെലവാക്കണം. ഈ നടക്കുന്ന കാലുണ്ടല്ലോ, ഈ കാല് നഷ്ടപ്പെട്ടാൽ അവൻ നല്ലപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ സായിപ്പിന്റെ അടുക്ക ലക്ഷങ്ങൾ കൊടുത്ത് വേണം കാല് വാങ്ങിക്കാൻ. അത് മാത്രമല്ല, എന്നേക്കും നഷ്ടപ്പെട്ടത് പിന്നെ കൃത്രിമമായി ചെയ്യുമ്പോൾ അതിന്റെ മെയിൻ്റനൻസിനൊക്കെ ഒരുപാട് പൈസ ചെലവാക്കണം. നല്ല നിലവാരത്തിൽ, ഞാൻ ഇപ്പൊ നടക്കുന്ന നിലവാരത്തിൽ നടക്കണമെങ്കിൽ ഒരുപാട് ചെലവുണ്ട്. സഹോദരൻ, ഇതൊന്നും ഒരു ചെലവും ഇല്ലാതെ കൈ തിരിച്ചാൽ തിരിയുമെങ്കിൽ, കാല് പൊക്കിയാൽ പൊങ്ങുമെങ്കിൽ, സ്തുതിക്കാൻ വകയുണ്ടെങ്കിൽ, സ്വോത്രം സ്വോത്രം സ്വോത്രം, വാ തുറന്നൊരു സ്വോത്രം പറയാൻ നാവിന് ആരോഗ്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വോയിസ് ബോക്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കരയാൻ ആഗ്രഹിക്കുമ്പോൾ കണ്ണുനീര് കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ, ആക്രമൽ ഗ്ലാൻസ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. ദൈവദാസന്മാര് സ്തോത്രം പറയാൻ പറഞ്ഞിട്ട് അല്ല പറയേണ്ടത്, ആത്മനിറവിൽ അതൊക്കെ പറയാൻ നാം പഠിക്കണം. കാരണം നമ്മുടെ ദൈവം നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്നതിന്റെ ആ നന്മകൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ വല്ലപ്പോഴും ഞങ്ങളെ പോലുള്ളവരെയൊക്കെ ഒന്ന് കാണണം. സ്തോത്രം സ്തോത്രം.
പ്രിയരെ, ദൈവം വിശ്വസ്തനാ കേട്ടോ. ഒറ്റ വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു: അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പന്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂപൻ അവരോട്, രക്തം ചൊരിയിക്കരുത്, നിങ്ങൾ അവനെ എടുത്ത് ആ പൊട്ടക്കുഴിയിൽ ഇട്ട് കിടക. നമ്മൾക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് പൊട്ടക്കുഴിയിൽ വീണ കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. പൊട്ടക്കുഴിയിൽ നിന്ന് അവനെ മരുഭൂമിയുടെ ആ ഏറ്റവും തകർന്ന അവസ്ഥയിൽ, പൊട്ടക്കുഴിയുടെ അവസ്ഥയിൽ നിന്ന് മിസ്രൈമിലെ മന്ത്രി എന്ന ഉന്നത പദവിയിലേക്ക് ജോസഫിനെ ഉയർത്തിയ ദൈവത്തെ പറ്റി നമ്മൾ വാചാലരാകുമ്പോൾ, പൊട്ടക്കുഴി തകർച്ചയുടെ ആഴവും മന്ത്രിപദം ഉയർച്ചയുടെ പാരമ്യവുമായി നമ്മൾ കാണാറില്ലേ? പക്ഷെ ആത്മാവിൽ നിങ്ങൾ ആ കാഴ്ച ഒന്ന് കാണണം. ഉൽപ്പത്തി 37, 22, 23 വാക്യം വായിക്കുമ്പോൾ, അതിന് തൊട്ടു മുമ്പുള്ള വാക്യങ്ങൾ വായിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ചേട്ടന്മാരെല്ലാം കൂടെ അസൂയ പൂണ്ട് അവനെ കൊല്ലാനാ പ്ലാൻ ചെയ്തത്. ആ കൊല്ലാൻ പ്ലാൻ ചെയ്ത പ്ലാനിന് വിരുദ്ധമായിട്ട് രൂപന്റെ അകത്ത് ദൈവം ഇടപെട്ടു. ആ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അവൻ ജോസഫ് പൊട്ടക്കുഴിയിലേക്ക് വീണത്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവൻ ആ പൊട്ടക്കുഴിയിൽ വീണില്ലായിരുന്നെങ്കിൽ, അങ്ങനെ രൂപന്റെ പദ്ധതി പ്രകാരം അവനെ ചില മണിക്കൂറുകളിൽ പൊട്ടക്കുഴിയിലേക്ക് ഇറക്കിയില്ലായിരുന്നെങ്കിൽ, അവന്റെ ചേട്ടന്മാർ അവനെ കടാര കയറ്റി കൊല്ലുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവൻ കണ്ട സ്വപ്നവും അവന്റെ ദർശനവും അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളും ആ വനാന്തരത്തിൽ തകർന്നു വീഴുമായിരുന്നു. ഇത് തമ്പുരാൻ അറിയാവുന്നത് കൊണ്ട് മനുഷ്യന്റെ ചിന്താധാരകൾക്കപ്പുറം ദൈവത്തിന് അവനെ പറ്റി നാളുകളിൽ ഉപയോഗിപ്പാൻ ദൈവം പദ്ധതിയിട്ട് വെച്ചിരുന്നത് കൊണ്ട് കുറച്ചു നേരത്തേക്ക് അവനെ പൊട്ടക്കിണറിന്റെ ആഴങ്ങളിലേക്ക് ഇറക്കി. പൊട്ടക്കിണർ തകർച്ചയെന്ന് യോസഫിന് പോലും തോന്നിയായിരിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, പൊട്ടക്കിണറിനകത്തും ചേട്ടന്മാരുടെ കൊലപാതക മനസ്സിൽ നിന്ന് അവനെ സംരക്ഷിച്ച് പിടിക്കുന്ന ദൈവത്തിന്റെ ഒരു പരിപാലനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, പലപ്പോഴും പല കഷ്ടങ്ങളും വേദനകളും ഭാരങ്ങളും വ്യഥകളും ഒക്കെ മനുഷ്യ സഹജമായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കടന്നു വരാറുണ്ട്. നമ്മൾ ഇന്നും നാളെയും ഒക്കെ ഇതിന്റെ മുമ്പിൽ കൂടെ കടന്നു പോകേണ്ടവരാ. അവിടെയൊക്കെ ഇത് വരുമ്പോ നമ്മൾ ദൈവത്തെ നോക്കി പിറുപിറുക്കാനോ ദൈവത്തോട് പഴി പറയാനോ അല്ല നാം പഠിക്കേണ്ടത്. അന്തരാത്മാവിൽ നാം അത് തിരിച്ചറിയണം. എന്തിനു വേണ്ടി ദൈവം എന്നെ അങ്ങനെയാക്കി, എന്തിനു വേണ്ടി ദൈവം എന്നെ ഇങ്ങനെയാക്കി. ഞാൻ ഇന്ന് പറയട്ടെ, ഞാൻ ഇന്ന് ഈ കൃത്രിമക്കാലം വെച്ച് ഒരു കാലം കൊണ്ട് ഇരുകാലികളുടെ നടുവിലേക്ക് ഓടുമ്പോ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്ന അനേകരുടെ വേദികളിൽ എന്നെ കൊണ്ട് നിർത്തുമ്പോ സ്തോത്രം, ഞാൻ കണ്ടിട്ടുണ്ട് ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ പതറി നിൽക്കുന്ന ഒത്തിരി മനുഷ്യര് എന്റെ അനുഭവങ്ങൾ കേട്ടിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കി തിരിച്ചു വരാനുള്ള അവരുടെ മനസ്സിലേക്ക് ആവേശം വിതറാൻ കർത്താവ് ഞങ്ങളെ കുടുംബമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ആ കുറിവാക്യം ഒരിക്കൽ കൂടെ വായിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. യെശയ്യാ 55:8-9, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നിരിക്കുന്നു. പ്രിയരെ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ, നമ്മള് റെയിൽവേ ട്രാക്കിൽ ചെന്ന് നിൽക്കുമ്പോ അതിലേക്കൂടെ ഓടിപ്പോകുന്ന ട്രെയിൻ കാണുമ്പോൾ അതിന്റെ മുമ്പിൽ ഒരു ഡ്രൈവർ ഇരിപ്പുണ്ട്, ലോക്കോ പൈലറ്റ് എന്ന് പറയും. ആ മനുഷ്യൻ അത് ഓടിച്ചുകൊണ്ട് പോകുന്ന അയാൾ എന്ത് വിദഗ്ധനാണെന്ന നമ്മുടെ ചിന്ത. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ട്രെയിൻ അതിലേ പോകുമ്പോൾ അതിന്റെ വേഗത നിയന്ത്രിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് അവകാശമുള്ളൂ. ആ ട്രെയിൻ എതിലേക്കൂടെ പോകണമെന്ന് ഉള്ളത് തീരുമാനിക്കുന്നതും അതിന് കൃത്യമായ സിഗ്നലുകൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേഷൻ മാസ്റ്റർ പല സ്ഥലങ്ങളിലും ഇരിപ്പുണ്ട്. ആ സ്റ്റേഷൻ മാസ്റ്ററാണ് തീരുമാനിക്കുന്നത് ഈ ട്രെയിൻ ഏത് ട്രാക്കിൽ കൂടെ പോകണം. നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ, നമ്മുടെ മാസ്റ്റർ, അവൻ സ്വർഗത്തിൽ അധിവസിക്കുന്നുണ്ട്. ഹീസ് അവർ മാസ്റ്റർ, ഹി ഹാസ് എ മാസ്റ്റർ പ്ലാൻ ഫോർ us. അവന്റെ കയ്യിൽ ഉന്നതമായ പ്ലാനുകൾ, പദ്ധതികൾ നമ്മെ പറ്റി ഉണ്ട്. അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ബുദ്ധിയെ ഒന്ന് അബലമാക്കി ആത്മാവിന്റെ ചിന്തകളെ ഒന്ന് പ്രബലമാക്കി വെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ആത്മാവിന്റെ ശബ്ദമായി വിശ്വാസത്തിന്റെ പോരാളികളായി കർത്താവിന്റെ സന്നിധിയിൽ അവൻ ഈ വിശുദ്ധ സേവയുടെ മുമ്പാകെ വിശ്വസ്തയോടെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങളാൽ ഈ എബനേസർ പ്രയർ വാരിയേഴ്സ് ഗ്രൂപ്പിലുള്ള എല്ലാ സഹോദരങ്ങളെയും ഇടയാക്കട്ടെ എന്ന് ആത്മാവിൽ ആഗ്രഹിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് എനിക്ക് ഈ ശുശ്രൂഷയ്ക്ക് സാഹചര്യം തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.